ഹായ് മക്കളെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിനെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമ്മളൊന്ന് നോക്കിക്കാണാൻ പോവുകയാണ്. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒരുപാട് പേർക്ക് കാൽക്കുലേഷൻ പാർട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാർട്ടാണ്. നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിലും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ ഇനി ഈ പറയുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കഥ പറയാതെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ NCERTയിൽ ആദ്യം തന്നെ പറയുന്നത് മാറ്ററുമായി ബന്ധപ്പെട്ടാണ്. മാറ്ററിൻ്റെ എല്ലായിടത്തും ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഒരുപാട് തിയറി ഒന്നും ഡിസ്കസ് ചെയ്യില്ല. ഒരു പാർട്ടിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതിനെ നോക്കിയിട്ട് അതിനെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി ആ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നമ്മൾ അതിനെ നോക്കിക്കാണുകയുള്ളൂ. മാറ്ററിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാറ്ററിനെ ക്ലാസിഫൈ ചെയ്ത് 4 ടൈപ്പാക്കി വെച്ചിട്ടുണ്ട്. മാറ്റർ 4 വിധമുണ്ട്. ഒന്നാമത്തതാണ് എലമെൻറ്റ്, രണ്ടാമത്തതാണ് കോമ്പൗണ്ട്, ശ്രദ്ധിച്ചെഴുതണേ, കോമ്പൗണ്ട്. മൂന്നാമൻ ഹോമോജീനിയസ് മിക്സ്ചറാണ്. നാലാമൻ ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്. ഇവിടെ എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എടാ, എലമെൻറ്റിനും കോമ്പൗണ്ടിനും ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചറുകൾക്കുമുള്ള എക്സാമ്പിൾസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ആറ്റം മാത്രമുള്ള ആളുകളാണ് എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഹീലിയം എന്ന് പറഞ്ഞു, ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. O2 എന്ന് പറഞ്ഞു, അതുപോലെ O3 എന്ന് പറഞ്ഞു, അതുപോലെ P4 എന്ന് പറഞ്ഞു, അതുപോലെ S8 എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും എലമെൻ്റാണ്. നോക്കിക്കേടാ, ഇവിടെ എണ്ണത്തിനല്ല പ്രസക്തി, എത്ര ടൈപ്പ് ആറ്റങ്ങൾ ഉണ്ട് എന്നതിനാണ് പ്രസക്തി. O2 എന്ന് പറഞ്ഞാലും O3 എന്ന് പറഞ്ഞാലും P4 എന്ന് പറഞ്ഞാലും S8 എന്ന് പറഞ്ഞാലും എണ്ണം ഒന്നിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ഒരേ ടൈപ്പ് ആറ്റങ്ങളല്ലേടാ ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും എലമെൻറ്റുകളാണ്. ക്ലിയർ ആണല്ലോ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ H2O കണ്ടോ, ഹൈഡ്രജനുമുണ്ട് ഓക്സിജനുമുണ്ട്. NH3 നൈട്രജനുമുണ്ട് ഹൈഡ്രജനുമുണ്ട്. കാർബൺ ഡയോക്സൈഡ് കാർബണുമുണ്ട് ഓക്സിജനുമുണ്ട്. ഇങ്ങനത്തെവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കുക. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം കോൺസെൻട്രേഷൻ ഉള്ളവനാണ് എന്ന് നിങ്ങൾക്കറിയാം. പഞ്ചസാര വെള്ളം, ഷുഗർ സൊല്യൂഷൻ പോലെ പഞ്ചസാര വെള്ളം നന്നായി കലക്കി വെച്ചാൽ അതിൻ്റെ ആ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ പ്രോപ്പർട്ടികളും അതിൻ്റെ കോൺസെൻട്രേഷനും കോമ്പോസിഷനും യൂണിഫോം ആയിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനത്തെവരെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പേര് വിളിക്കുക. എക്സാമ്പിൾസ് പിടിച്ചോളൂ. ഷുഗർ സൊല്യൂഷൻ, ഞാനിപ്പോൾ പറഞ്ഞു ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര വെള്ളം കലക്കിയാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. NCERT പറയുന്ന വേറൊരാളാണ് അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷത്തിലുള്ള വായു ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. എടാ, ഹോമോജീനിയസ് മിക്സ്ചറിന് വേറൊരു എക്സാമ്പിളാണ് ഗോൾഡ് ഓർണമെൻറ്റ്. ആരാ? ഗോൾഡ് ഓർണമെൻറ്റ്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് ഗോൾഡ് ഓർണമെൻറ്റ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡും കോപ്പറും കൂടി ചേർന്നതാണ് സ്വർണ്ണാഭരണം. എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് നല്ല കൃത്യമായ എക്സാമ്പിൾ പഠിച്ചോളണേ. ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം കോൺസെൻട്രേഷൻ ഇല്ലാത്തതാണ്. ഫോർ എക്സാമ്പിൾ, NCERT പറയുന്ന ഒരാളാണ് മഡി വാട്ടർ, ചെളിവെള്ളം. ചെളിവെള്ളത്തിലൊരു യൂണിഫോം കോൺസെൻട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ സ്റ്റാർച്ച് സൊല്യൂഷൻ, കഞ്ഞിവെള്ളം. സ്റ്റാർച്ച് സൊല്യൂഷൻ കുറച്ച് സമയം ഇങ്ങനെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചാൽ നിങ്ങൾക്കറിയാം അതിൽ താഴെ ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ സെറ്റിലിംഗ് പ്രോസസ്സ് നടക്കുന്നതൊന്നും ഹോമോജീനിയസ് മിക്സ്ചർ അല്ല, എല്ലാവരും ഹെറ്ററോജീനിയസ് മിക്സ്ചറുകളാണ്. മിക്സ്ചർ ഓഫ് എനി 2 സോളിഡ്സ്, അതും നോട്ട് ചെയ്ത് വെച്ചോ. എനി 2 സോളിഡ്സ്, ഏത് 2 സോളിഡുകളെ തമ്മിൽ മിക്സ് ചെയ്താലും. ഫോർ എക്സാമ്പിൾ സാൻഡ്, മണൽ, പ്ലസ് ഷുഗർ, പഞ്ചസാര, രണ്ടുപേരും എന്താണല്ലോ, സോളിഡ് ആണല്ലോ. അങ്ങനെ രണ്ടുപേരെയും സോളിഡുകളായ അവസ്ഥയിൽ അവരെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അവരൊരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നിർബന്ധമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം NCERTയിൽ ഒരു 5 ലോ പറയുന്നുണ്ട്.
അതിൽ ആദ്യത്തെ 3 നിന്നാണ് എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ 3 നിന്നാണ് NCERT-യിലുള്ള ഈ 3 നിന്നാണ് എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഞാൻ ഓരോന്ന് എഴുതി തരാം. ഒന്ന്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എടാ, ഫസ്റ്റ് ഓഫ് ഓൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ലാവോയ്സിയർ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആന്റോയിൻ ലാവോയ്സിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടെത്തിയത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഞാൻ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തു, അറിയാത്തവർ മാത്രം എഴുതിയാൽ മതി. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എടാ, ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്. മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഓഫ് പ്രൊഡക്റ്റ്. പഠിച്ചു വെച്ചോ, ഒരു റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ മാസും പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ മാസും ഈക്വൽ ആയിരിക്കണം എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ തന്നിട്ട് അതിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും ഒക്കെ പറഞ്ഞിട്ട് ഏത് ലോയെയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തത് ആരാണടാ? രണ്ടാമത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. എഴുതൂ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നും അതിനെ പേര് വിളിക്കാറുണ്ട്. അതുപോലെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നും പേര് വിളിക്കാറുണ്ട്. കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നും പേര് വിളിക്കാറുണ്ട്. ആരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ്? ജോസഫ് പ്രൗസ്റ്റ് ആണ്. മറക്കരുതേ, ജോസഫ് പ്രൗസ്റ്റ് ആണ്, ഒരിക്കലും മറക്കാൻ പാടില്ല. എന്താണ് ജോസഫ് പ്രൗസ്റ്റിൻ്റെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? എടാ, H2O എന്ന് പറയുന്നത് വാട്ടർ ആണല്ലോ. ഈ വാട്ടറിൻ്റെ എനി സാമ്പിൾ എടുത്തു നോക്കിയാലും, ഏത് സാമ്പിൾ എടുത്തു നോക്കിയാലും, എനി മെത്തേഡിൽ ഇതിനെ പ്രിപ്പയർ ചെയ്താലും, എനി മെത്തേഡിൽ ഈ വെള്ളത്തെ ഉണ്ടാക്കിയാലും ഇതിലുള്ള പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ സെയിം ആയിരിക്കും എന്നതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കൃത്യമാണ്. ഇന്നിപ്പോൾ ഞാൻ H2Oയെ കുറിച്ച് പറഞ്ഞു, നാളെ ക്വസ്റ്റ്യനിൽ NH3യെ കുറിച്ച് പറയാം, മറ്റന്നാളെ ക്വസ്റ്റ്യനിൽ കോപ്പർ ഓക്സൈഡിനെ കുറിച്ച് പറയാം, ഏതൊരു കോമ്പൗണ്ടിനെ കുറിച്ചും പറയാം. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിലെ എലമെൻറ്റുകളുടെ റേഷ്യോ ആ കോമ്പൗണ്ടിൻ്റെ ഏത് സാമ്പിൾ എടുത്തു നോക്കിയാലും, ആ കോമ്പൗണ്ടിനെ ഏത് മെത്തേഡിലൂടെ ഉണ്ടാക്കിയാലും എലമെൻറ്റുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും എന്നുള്ള ലോ ആണ് ഏത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഞാൻ നിനക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം മോനെ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കുന്ന നിയമം ഏത് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നീ നോക്കേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കോമ്പൗണ്ടിനെ കുറിച്ചാണോ രണ്ട് കോമ്പൗണ്ടുകളെ കുറിച്ചാണോ സംസാരിക്കണമെന്ന് സൂക്ഷിച്ചു നോക്കണം. ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രം, ഇപ്പോൾ H2O എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. ഒന്നിലധികം കോമ്പൗണ്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എൻട്രൻസിന് എക്സ്പെക്ട് ചെയ്യേണ്ട. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. നമുക്ക് ആൻസർ ആണല്ലോ വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് ആൻസർ കാണുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. മൂന്നാമത്തെ നിയമം കൂടി ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ആരാടാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിനെ നിങ്ങൾ അറിയും. അത് ജോൺ ഡാൾട്ടൺ ആണ്. നിങ്ങൾക്കറിയാവുന്ന ആളാണ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ഡാൾട്ടൻ്റെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എവിടെയാണ് ആപ്ലിക്കബിൾ ആവുക എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ താഴെ പറയുന്ന കോമ്പൗണ്ടുകളിൽ എവിടെയാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആപ്ലിക്കബിൾ ആവുക? എടാ, മോർ ദാൻ വൺ കോമ്പൗണ്ട് ഉണ്ടായിരിക്കും. മോർ ദാൻ വൺ കോമ്പൗണ്ട്, ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രത്യേകത ആ കോമ്പൗണ്ടിൽ സെയിം എലമെൻറ്റുകളുമായിരിക്കണം. സെയിം എലമെൻറ്റുകളുമായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. H2O ആൻഡ് H2O2 നോക്കിക്കേ, രണ്ട് കോമ്പൗണ്ട് ഉണ്ട് അല്ലേ? രണ്ട് കോമ്പൗണ്ട് ഉണ്ട്. രണ്ടിലുള്ള എലമെൻറ്റുകൾ സെയിമാ. ആരൊക്കെയാ? ഹൈഡ്രജനും ഓക്സിജനും. അവിടെയും ഹൈഡ്രജനും ഓക്സിജനും. അങ്ങനത്തെ സെറ്റിലാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ നോക്കിക്കേ, PCl3 ആൻഡ് PCl5
ഈ പറയുന്ന സെറ്റിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കിയേ. ആണ്. കാരണം എന്താ, സെയിം എലമെൻറ്റുകളാണ് ഇവിടെ PCl5 ആണ്, PCl3 PCl5 സെയിം എലമെൻ്റ് ആണ്, പക്ഷേ രണ്ടും ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആണ്. അവിടെ പറ്റും. SO2 ആൻഡ് SO3 ഇവിടെയും പറ്റും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇവിടെയും പറ്റും. ശരിയല്ലേടാ? ഇനി ഈ പറയുന്നതിൽ പറ്റുമോ നോക്കിക്കേ. CH4 ആൻഡ് CO2 ഇവിടെ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇവിടെ രണ്ട് കോമ്പൗണ്ട് ആണെങ്കിലും ആ രണ്ട് കോമ്പൗണ്ടുകളിലുമുള്ള എലമെൻറ്റുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സെയിം എലമെൻറ്റുകൾ ആയിരിക്കണം. ഇവിടെ CH4 കാർബണോ ഹൈഡ്രജനും ഇവിടെ കാർബണോ ഓക്സിജനും അല്ലേടാ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതറിയാത്തതിൻ്റെ പേരിൽ നിനക്ക് എൻട്രൻസ് നഷ്ടപ്പെടില്ല. നിനക്ക് എൻട്രൻസിന് ക്വസ്റ്റ്യൻ എന്താ വരിക? താഴെ പറയുന്ന സെറ്റിൽ ആരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നത്? അപ്പോൾ ഈ റൂളാണ് നോക്കേണ്ടത്. സെയിം എലമെൻറ്റുകൾ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആയിട്ട് വരുന്നത് ഇവിടെ. അല്ലെങ്കിൽ നിനക്ക് രണ്ട് കോമ്പൗണ്ടുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവരുടെ റേഷ്യോ അങ്ങനെ ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കും മുകളിൽ പറഞ്ഞത് ഏതാണല്ലോ. നീ ഇത്ര നോക്കേണ്ടതുള്ളൂ. ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് മാത്രമാണ് സംസാരമെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. രണ്ട് കോമ്പൗണ്ടുകളെ കമ്പയർ ചെയ്താണ് സംസാരമെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. അതെന്താ ഏതാണെന്നൊന്നും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണ്ട. നെക്സ്റ്റ് മോൾ കോൺസെപ്റ്റാണ്. കുഞ്ഞുങ്ങളെ ഹൃദയം തരണേ, ഞാൻ പറയുന്നത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണേ. എന്താണടാ ഒരു മോൾ? 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊരു സാധനവും അവഗാഡ്രോ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 മോൾ എന്ന് പേര് വിളിക്കും. അവഗാഡ്രോ നമ്പർ എത്രയാണ് എന്നും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6.022 × 10⁻23 ആണ്. അപ്പോൾ ഇത്രയും എണ്ണം ഇലക്ട്രോൺസോ പ്രോട്ടോൺസോ ആറ്റംസോ മോളിക്യൂൾസോ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമൊന്നുമില്ല. എന്ത് പാർട്ടിക്കിൾ എന്നത് പ്രശ്നമല്ല. എനി പാർട്ടിക്കിൾ. ഇത്രയും എണ്ണം മനുഷ്യന്മാരാണെങ്കിലും ഇത്രയും എണ്ണം ചക്കക്കുരുവാണെങ്കിലും എല്ലാം അതിനെ നമ്മൾ 1 മോൾ എന്ന് പേര് വിളിക്കും. അപ്പോൾ 1 മോൾ എന്ന് പേര് വിളിക്കണമെങ്കിൽ ഈ എണ്ണത്തിനാണ് പ്രസക്തി, അല്ലാതെ ആരാണ് സബ്സ്റ്റൻസ് എന്നതിനല്ല. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് എനി സബ്സ്റ്റൻസ് ആണ് 1 മോൾ. നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് അറ്റോമിക് മാസ് ആണടാ. എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസും എന്താണ് അറ്റോമിക് മാസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 ആറ്റം ആണ്. ഹലോ, മാസ് ഓഫ് 1 ആറ്റം ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. 1 ആറ്റം എന്ന് പറഞ്ഞാലും 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. എടാ, ഞാൻ 1 എന്ന് പറഞ്ഞാലും 1 മോൾ എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമുണ്ടേ. ഇനി അത് മനസ്സിലാക്കണേ. 1 എന്ന് പറഞ്ഞാൽ ലിറ്ററലി 1 ഒന്ന് ഒരൊറ്റൊന്ന്. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 6.022 × 10⁻23 അല്ലേടാ. അപ്പോൾ അത്രയും പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാകും. എന്നാലേ അത് 1 മോൾ ആവുള്ളൂ. അത് കുത്തിട്ടാൽ തീരൂല. അപ്പോൾ വർത്താനത്തിൽ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ തോന്നും. 1 മോൾ ഒക്കെ ഒരേപോലെ തോന്നും. പക്ഷേ ഭയങ്കര വ്യത്യാസമുണ്ട്. പഠിച്ചു വെച്ചോ. 1 ആറ്റമാണോ 1 മോൾ ആറ്റമാണോ എന്ന് നിങ്ങൾ കൃത്യം നോക്കി ഉറപ്പിച്ചിട്ടേ നിങ്ങൾ അതിൻ്റെ മാസൊക്കെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ സംസാരിച്ച? മാസ് ഓഫ് 1 ആറ്റം. ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസാണടാ അറ്റോമിക് മാസ്. അതിൻ്റെ യൂണിറ്റ് ജനറലി റെപ്രസെൻറ്റഡ് ഇൻ AMU. അതിൻ്റെ യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്, AMU ആണ്. എന്താടാ? ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് AMU-വിലാണ്. ഓക്കെ ആണല്ലോ. അതിന് ഒരു 2-3 എക്സാമ്പിൾ കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 AMU ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4 AMU ആണ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 AMU ആണ്. പിന്നെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 AMU ആണ്. അങ്ങനെ നിങ്ങൾ അറ്റോമിക് മാസ് ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ആ വാല്യൂസ് മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 1, 4, 12, 16 ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അറ്റോമിക് മാസിനെ കുറിച്ചാണ്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ, ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് AMU-വിൽ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. എടാ, അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഓഫ്, കേൾക്കണേ എല്ലാവരും എഴുതണേ. കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഓഫ് 1 magnesium atom in gram. ഹലോ,
കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഓഫ് 1 മെഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാം. എടാ ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ട്രിക്ക് എന്താ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ട്വിസ്റ്റ് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മെഗ്നീഷ്യം ആറ്റമാണ്, അല്ലാതെ 1 മോൾ അല്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാറുള്ളത് എവിടെയാണ്? AMUവിലാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് ഒരേ കുറുമ്പ്, അയാൾക്ക് എന്തിൽ തന്നെ കിട്ടണം? ഗ്രാമിൽ തന്നെ കിട്ടണം. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കടാ, 1 മെഗ്നീഷ്യം ആറ്റത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1 മോൾ അല്ല കേട്ടോ കുഞ്ഞെ, 1 മെഗ്നീഷ്യം ആറ്റമാണ്. മഗ്നീഷ്യത്തിൻ്റെ മാസ് ഞാൻ നേരത്തെ ആ വാല്യൂ എഴുതിയതിൽ മഗ്നീഷ്യം ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ ആളുകളും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആൾക്കാരുടെയും മാസ് ഞാൻ എഴുതി തരും. നിങ്ങളിപ്പോൾ ഇതൊന്ന് കേൾക്ക്. മഗ്നീഷ്യത്തിൻ്റെ മാസ് 24 ആണ്. 24 ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ മാസിന് യൂണിറ്റ് കൊടുക്കാറുള്ളത് AMU ആണ്. അപ്പോൾ 24 AMU എന്നുള്ള ഉത്തരം ശരിയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് അത് എന്തിൽ വേണം? ഗ്രാമിൽ വേണം. അപ്പോൾ നമുക്ക് എന്തു മനസ്സിലായി? ഈ AMUവിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉത്തരം പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നല്ലടാ അതിനർത്ഥം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളണേ മക്കളെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാനുള്ളതാണ്. ഒരു വാല്യൂവിനെ AMUവിൽ തന്നാൽ ആ AMUവിൽ തന്ന വാല്യൂവിനെ ഗ്രാമിലേക്ക് മാറ്റാൻ AMUവിൽ തന്ന വാല്യൂവിനെ നിങ്ങൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മരിക്കുന്ന സമയത്ത് ഞാനിത് ചോദിക്കും, പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും. AMUവിനെ എങ്ങനെയാണ് ഗ്രാമിലേക്ക് മാറ്റുക? എടാ, AMUവിൽ തന്നിരിക്കുന്ന എമൗണ്ടിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഗ്രാമിലേക്ക് മാറും. അപ്പോൾ ഇതാ 24 AMU എന്നാ പറഞ്ഞേ, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ച കുറുമ്പന് വേണ്ടത് ഗ്രാമിലാണ്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയാടാ? 6.022 × 10⁻23 അല്ലേ? അതൊക്കെ നമ്മൾ കാൽക്കുലേഷനിൽ 6 × 10⁻23 എന്ന് എഴുതും. 24 6 കട്ടായി പോയാൽ മുകളിൽ 4 എന്ന് വരും. 10⁻23 മുകളിലേക്ക് പോയാൽ 10⁻⁻23 എന്നാകും. അത്രയും ഗ്രാം എന്ന് നിങ്ങൾക്ക് കൃത്യമായി ആൻസർ കിട്ടും. ക്ലിയർ അല്ലേടാ? ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിലും ചെയ്യാം, അതുപോലെ കോമ്പൗണ്ടുകളുടെ കേസിലും ചെയ്യാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണേ. കോമ്പൗണ്ടുകളുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതി വെച്ചോ. കാൽക്കുലേറ്റ് മാസ് ഓഫ്, എഴുത്. കാൽക്കുലേറ്റ് മാസ് ഓഫ് 1 H2O മോളിക്യൂൾ. ഹലോ, 1 H2O മോളിക്യൂൾ ആണ്, 1 മോൾ അല്ല. ഇൻ ഗ്രാം. നേരത്തെ പറഞ്ഞ അതേ ആൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്നത്. ഇയാൾക്കും ഗ്രാമിലാണ് വേണ്ടത്. 1 H2O മോളിക്യൂൾ ഇൻ ഗ്രാം. അപ്പം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? H2O എന്നതിനെ മനസ്സിൽ വിചാരിക്കൂ. ഇങ്ങനത്തെ ഒരു H2O മാത്രമേ ഉള്ളൂ, ഒരു മോൾ ഇല്ല. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ ടോട്ടൽ മാസ് കാണണം. 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 അല്ലേ, ഒരു ഹൈഡ്രജൻ്റെ മാസ് 1, ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ 16, ടോട്ടൽ 18 ആണ് വരിക. അത്രയും AMU ആണ് നോർമലി വരിക. കാരണം ഇവിടെ 1 മോൾ ഇല്ല, 1 ആറ്റമേ, 1 മോളിക്യൂളേ ഉള്ളൂ. അതുകൊണ്ടാണ് AMUവിൽ പറഞ്ഞത്. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ടാൽ അത് ഗ്രാമിൽ വേണം എത്രേ. അപ്പോൾ ഇതിന് നമ്മൾ ബുദ്ധിമുട്ടണ്ട, ഒരു അവഗാഡ്രോ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ മതി, അത് ഗ്രാമിലേക്ക് മാറിക്കോളും. സോ 3 × 10⁻23 ഗ്രാം എന്ന് ശരിയായ ഉത്തരം വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേടാ? ഇപ്പോൾ നമ്മൾ പഠിച്ചത് അറ്റോമിക് മാസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ചാണ്. ഡിഫറൻസ് ഉണ്ട്, പഠിച്ചു വെച്ചോ. ഗ്രാം അറ്റോമിക് മാസിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. എടാ, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഓഫ് 1 ആറ്റം. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് 1 മോൾ ആറ്റം. അതാണ് ഡിഫറൻസ് കുഞ്ഞെ. 1 മോൾ ആറ്റം, 1 മോൾ ആറ്റം. അപ്പോൾ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തായി? ഒരുപാട് എണ്ണമായി. അപ്പോൾ 1 മോൾ എന്ന് ചെറുതായി ഒന്ന് പറഞ്ഞു എന്ന് കരുതി അതൊരു ചെറിയ ഡിഫറൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കല്ലേ കുഞ്ഞെ. അതൊരു വലിയ ഡിഫറൻസ് ആണ്. 1 മോൾ ആറ്റം ഒന്നല്ല, ഒരുപാട് ആറ്റങ്ങൾ ഇങ്ങനെ, അങ്ങനെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങളെ നമ്മളൊരു ത്രാസിലെടുത്ത് ഇങ്ങനെ തൂക്കി നോക്കിയാൽ അതിൻ്റെ മാസ് എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, അതിൻ്റെ യൂണിറ്റ് ഗ്രാമിലാണ് എന്ന് ഓർത്ത് വെക്കുക. യൂണിറ്റ് ഗ്രാമിലാണ്, ജനറലി അത് റെപ്രസെൻ്റ് ചെയ്തത് ഗ്രാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം ഞാനിപ്പോൾ ബോർഡിൽ എഴുതി തരും, കാണാതെ പഠിച്ചോളണം. നേരത്തെ പറഞ്ഞു തന്ന വാല്യൂസ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരിക. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, യൂണിറ്റ് മാറ്റം വരും. നേരത്തെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് AMUവിലാണ് പറഞ്ഞേ, ഇപ്പം മാഗ്നിറ്റ്യൂഡ് അത് ഗ്രാമിലേക്ക് മാറും. എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചോളണേ. ഇപ്പം ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ 1 ഗ്രാം, പഠിച്ചോ. ഹീലിയം ഇത് കാണാൻ പഠിക്കണേ, 4 ഗ്രാം. പിന്നെ ആരാ? ലിഥിയം പഠിച്ചോളൂ, ലിഥിയം 7 ഗ്രാം. പിന്നെ ബോറോൺ പഠിച്ചോളൂ, ബോറോൺ 10.8 ഗ്രാം.
കാർബൺ പഠിച്ചോളൂ 12 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, പിന്നെ ഫ്ലൂറിൻ 19 ഗ്രാം, നിയോൺ 20 ഗ്രാം, പിന്നെ സോഡിയം 23 ഗ്രാം പഠിച്ചോളൂ 23 ഗ്രാം, മഗ്നീഷ്യം 24 ഗ്രാം, അലുമിനിയം 27 ഗ്രാം, ഫോസ്ഫറസ് 31 ഗ്രാം, സൾഫർ 32 ഗ്രാം, പിന്നെ ക്ലോറിൻ 35.5 ഗ്രാം, പൊട്ടാസ്യം 39 ഗ്രാം, കാൽസ്യം 40 ഗ്രാം, അയേൺ 56 ഗ്രാം, 55.8 എന്നൊക്കെയാണ് 56 ഗ്രാം, കോപ്പർ 63.5 ഗ്രാം, സിൽവർ 108 ഗ്രാം. അത്യാവശ്യം വേണ്ട എല്ലാ എലമെൻറ്റുകളുടെയും അറ്റോമിക് മാസ് ഞാനിപ്പോൾ ബോർഡിൽ തന്നിട്ടുണ്ട്. വൃത്തിയായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തിട്ട് കാണാതെ പഠിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക. ഇത് ആവശ്യമുണ്ടേ കുഞ്ഞെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന പോലെ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൃദയം വിശാലമാക്കി പഠിച്ചോ. എപ്പോഴും കേൾക്കുന്ന ഇക്വേഷനാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മരിച്ചാലും മറക്കരുതേ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അറ്റോമിക് മാസുകൾ തമ്മിൽ ക്ലബ് ചെയ്തിട്ടാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾസ്, സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് തുടങ്ങാം. 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് എത്ര മോൾ ഉണ്ടെന്ന് കാണണേ. N is equal to ഗിവൺ മാസ് എത്രയാടാ? 22 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൻ്റെ മാസ് 12, ഒരു ഓക്സിജൻ്റെ മാസ് 16, ഞാൻ നേരത്തെ പറഞ്ഞു. 2 ഓക്സിജൻ്റെ മാസ് 32. 12 32 കൂട്ടിയാൽ 44. അപ്പോൾ 22/44 എന്ന് പറഞ്ഞാൽ 1/2 എന്നല്ലേടാ വരിക. കട്ടായി പോയാൽ 1/2 എന്ന് വരും. 1/2 മോൾ ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ 1/2 മോൾ എന്ന് കാണൂല. മോൾ എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ മോൾ എന്ന വാക്കിന് പകരം അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കണം. ഓപ്ഷനിൽ എന്താണ്? മോളിൻ്റെ ടേമിലാണോ അവഗാഡ്രോ നമ്പറിൻ്റെ ടേമിലാണോ നോക്കണം. മോളിൻ്റെ ടേമിൽ അല്ലെങ്കിൽ മോളിനെ മാറ്റിയിട്ട് അവഗാഡ്രോ നമ്പർ വെച്ച് കൊടുക്കുക. അവഗാഡ്രോ നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? 6.022 × 10⁻23. ചിലപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏതാണുള്ളത് എന്ന് വൃത്തിക്ക് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്തു നോക്കിക്കോ. 490 ഗ്രാം H2SO4. കുഞ്ഞുങ്ങളെല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കി. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണേ. ഇതിൻ്റെ ആൻസർ ഞാൻ കാണാൻ പോവാണ്. എല്ലാവരും എനിക്ക് മുമ്പ് ചെയ്ത് തീർന്നവരാണ്. 490 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ H2SO4. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ മോളാർ മാസ് 98 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് കട്ടാക്കാൻ പോവാണ്. 49ഉം 98ഉം കട്ടായാൽ താഴെ 2 വരും. അപ്പോൾ മുകളിൽ 1 വരും. 10/2 എന്നാണ് ആൻസർ വരിക. 10/2 എന്ന് പറഞ്ഞാൽ 5 മോൾ. ഈ മോളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 5 അവഗാഡ്രോ നമ്പർ എന്ന് വേണമെങ്കിൽ എഴുതാം. അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എടാ, ഇതിൽ കാണുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. കാൽക്കുലേറ്റ് എഴുതൂ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് oxygen atoms in 18 gram glucose. ഒന്ന് എഴുതിക്കേ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 18 gram glucose. 18 gram ഗ്ലൂക്കോസ് എടുത്താൽ അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഗ്ലൂക്കോസ് എത്ര മോൾ ഉണ്ട് എന്നല്ല ചോദിച്ചേക്കുന്നത്, ഓക്സിജൻ എത്ര മോൾ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഓക്സിജൻ എത്ര മോൾ ഉണ്ട് എന്ന് കാണാനും ഗ്ലൂക്കോസ് എത്ര മോൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തിയേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഗ്ലൂക്കോസിൻ്റെ ഫോർമുല അറിയാം. C6H12O6 എന്നാണ്. C6H12O6 എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസിൽ, എൻ്റെ ചോദ്യത്തിന് മറുപടി പറ, ഒരു ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ഉണ്ടടാ? 6 ഓക്സിജൻ ഇല്ലേ? അപ്പോൾ 2 ഗ്ലൂക്കോസ് ആണെങ്കിലോ 6 × 2. അപ്പോൾ 3 ഗ്ലൂക്കോസ് ആണെങ്കിലോ 6 × 3.
അപ്പോൾ 10 ഗ്ലൂക്കോസ് ആണെങ്കിലോ 6 × 10. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് കാണാൻ എത്ര ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് ആദ്യം അറിയണ്ടേ? ആ കിട്ടുന്ന വാല്യൂവിനെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, കാരണം അപ്പോഴാണ് ഓക്സിജൻ്റെ എണ്ണമായിട്ട് അത് മാറുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് നമ്മൾ കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗിവൺ മാസ് 18 ഡിവൈഡഡ് ബൈ, എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് C6H12O6 എന്നതിൻ്റെ ടോട്ടൽ മാസ് ഒന്ന് കൂട്ടി നോക്കിയേ. 6 × 12 + 12 6 × 16 ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് 180 എന്ന ആൻസർ വരും. സോ ഇത് കട്ടായി പോകും. സോ 0.1 മോൾ എന്ന ആൻസർ വരും. 1/10 0.1 മോൾ. എടാ മോനെ, ഇപ്പോൾ കിട്ടിയത് ഓക്സിജൻ്റെ എണ്ണമാണോ ഗ്ലൂക്കോസിൻ്റെ എണ്ണമാണോ? ഗ്ലൂക്കോസിൻ്റെ എണ്ണമാണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം കാണണം. അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ എണ്ണം എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.1 മോൾ ഇൻറ്റു 6 ചെയ്താൽ ഗ്ലൂക്കോസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് 0.1 × 6 എത്രയാടാ? 0.6 മോൾ എന്നാണ് ആൻസർ. മോൾ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല. സോ 0.6 ടൈംസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഈസ് ദി കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നിരിക്കുന്ന വെയിറ്റ് ആരുടേതാണോ അയാളുടെ നമ്പർ ഓഫ് മോൾ മാത്രമൊന്നും അല്ല ചോദിക്കുക, അതിലുള്ള ഏത് എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും എഴുതണേ. കാൽക്കുലേറ്റ്, എല്ലാവരും എഴുതൂ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 32 gram CH4. എല്ലാവരും ഒറ്റക്കൊന്ന് ചെയ്തു നോക്കിക്കേ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 32 gram CH4. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കണേ, എന്നാലേ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയും. ആ ആൻസർ നിങ്ങൾക്ക് കിട്ടിയ ആൻസറൊക്കെ ശരിയാണെന്നുള്ള ഉറപ്പിക്കുക. എടാ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഒരു CH4-ൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര CH4 ഉണ്ട് എന്ന് ആദ്യം കാണണം. അതിനെ ഇൻറ്റു 4 ചെയ്താലാണ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കിട്ടുക. So number of CH4 is given as given mass 32 divided by molar mass 16. So the answer is 2 mol. Therefore number of moles of hydrogen is 2 mol into 4. That is 8 mol is the correct answer. Clear ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേടാ. കാൽക്കുലേറ്റ് എഴുതൂ. കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 9.8 gram H3PO4. 9.8 gram H3PO4. Calculate total number of atoms in 9.8 gram H3PO4. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റമാണ് ചോദിച്ചത്. നേരത്തെയുള്ള 2 ക്വസ്റ്റ്യനിലും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആറ്റത്തിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റമാണ്. H3PO4-ൽ ടോട്ടൽ എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കിക്കേ. H3 3 ഹൈഡ്രജൻ, 1 ഫോസ്ഫറസ്, 4 ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ 8 ആറ്റം ആയില്ലേടാ? 8 ആറ്റംസ് ആയി. ഏതെങ്കിലും ഇപ്പോൾ എടാ ഓക്സിജൻ ആറ്റം എത്ര ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ. ഹൈഡ്രജൻ ആറ്റം എത്ര ഉണ്ടെന്ന് വെച്ചാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ. ടോട്ടൽ ആറ്റം എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ആൻസറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഒരു H3PO4-ൽ 8 ആറ്റങ്ങളുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് H3PO4 ആദ്യം കണ്ടെത്തുക. അത് ഗിവൺ മാസ് 9.8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 98. H3PO4 നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി, 98 എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് 0.1 മോൾ എന്ന ആൻസർ വരും. 1/10 9.8 10 വട്ടമാണല്ലോ. 1/10 1/10ൻ്റെ വാല്യൂ ആണ് 0.1 മോൾ. എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ടോട്ടൽ ആറ്റംസ് ആണ് ചോദിച്ചത്. ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? 0.1 ഇൻറ്റു എത്ര ആറ്റം ഉണ്ടടാ? 1-ൽ 8 എണ്ണം. സോ ദി ആൻസർ ഈസ് 0.8 മോൾ എന്ന് കറക്റ്റ് ആൻസർ വരും. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷനാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സാധാരണ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ആവറേജ് അറ്റോമിക് മാസ് ആണ്. മോനെ, ഞാൻ നിനക്കൊരു ഡാറ്റ തരികയാണേ. നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, ക്ലോറിനെ കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ നിന്നോട് പങ്കുവെക്കുകയാണ്. ഈ ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. 2 ഐസോട്ടോപ്പ്. ക്ലോറിൻ്റെ മാസ് 35 ആയിട്ടുള്ളൊരു ഐസോട്ടോപ്പും ക്ലോറിൻ്റെ മാസ് 37 ആയിട്ടുള്ളൊരു ഐസോട്ടോപ്പും ക്ലോറിനുണ്ട്. ഇനി അതിൻ്റെ അബണ്ടൻസ് ആണ് ഞാൻ നിനക്ക് തരുന്നത്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്ര ശതമാനം ക്ലോറിൻ 35 ആണ്, എത്ര ശതമാനം ക്ലോറിൻ 37 ആണ് എന്നുള്ളതാണ് പറയുന്നത്. പഠിച്ചു വെച്ചോ.
75% ക്ലോറിനും 35 ആണ്, ബാക്കി 25% ക്ലോറിൻ 37 ആണ്. അപ്പം ഞാൻ കഥ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്ലോറിൻ 35 മാസമുള്ളവൻ 75%, 37 മാസമുള്ളവൻ 25% ഉള്ളത്. അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് ക്ലോറിൻ വാങ്ങാൻ ചെന്നപ്പോൾ നമ്മളൊന്ന് ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ക്ലോറിൻ്റെ മാസം എത്രയാണ്? അപ്പോൾ ക്ലോറിൻ്റെ മാസം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ ഈ കഥ മുഴുവൻ പറയാൻ തുടങ്ങുകയാണ്. ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്, അതിൽ 75% 35 ആണ്, ബാക്കി 25%. അങ്ങനെയൊന്നും കഥ പറഞ്ഞുകൊണ്ട് നേരം കളയാൻ നമുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ഐസോട്ടോപ്പുകളുടെ എക്സിസ്റ്റൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. ആവറേജ് അറ്റോമിക് മാസ് എടുക്കും. എന്തിനാണ് 2-3 ആൾക്കാരുണ്ട് എന്നുള്ള കഥയൊക്കെ പറയാൻ നിൽക്കണേ? നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് പറയും. എങ്ങനെയാടാ നമ്മൾ ആവറേജ് പറയുക? ഇയാളുടെ മാസ് 35 പഠിച്ചു വെക്കണേ, ഇൻറ്റു അയാളുടെ കോമ്പോസിഷൻ 75, ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ആളുടെ മാസ് 37 ഇൻറ്റു അയാളുടെ കോമ്പോസിഷൻ 25, ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോമ്പോസിഷൻ. ടോട്ടൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ 75 + 25 അല്ലേടാ 100 എന്ന് വരും. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി ബോറോണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 35 × 75 നിങ്ങൾ ചെയ്ത് നോക്കുക, 37 × 25 ചെയ്ത് നോക്കുക. അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3550 എന്ന ആൻസർ വരുന്നത് നിങ്ങൾക്ക് കാണാം, ഡിവൈഡഡ് ബൈ 100. സോ 3550 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 35.5 എന്നല്ലേടാ. ഇങ്ങനെയാണ് ക്ലോറിൻ്റെ മാസ് 35.5 എന്ന് നമ്മൾ പഠിച്ചു വെച്ചത്. നമ്മൾ പഠിച്ചില്ലേടാ 35.5 എന്ന്. അപ്പോൾ ഈ പോയിന്റ് എങ്ങനെ വന്നു എന്നുള്ളത് ആശങ്കപ്പെടേണ്ട, അത് ആവറേജ് അറ്റോമിക് മാസ് എടുത്ത സമയത്ത് ഉണ്ടായ ഒരു വികൃതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാണേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അത് മനസ്സിലായിട്ടില്ലാത്തവർ ഞാൻ ഈ ടേബിൾ വരച്ച സമയം മുതലുള്ള വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ബോറോണിനെ കുറിച്ചാണ് ചർച്ച. ബോറോണിൻ്റെ അറ്റോമിക് മാസ് 10.8 ആണെന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി തന്നതാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. ബോറോണിന് 10 എന്നും 11 എന്നും മാസുള്ള 2 ഐസോട്ടോപ്പുകളുണ്ട്. ഈ ബോറോൺ 10 20%, ബോറോൺ 11 80%ആണ് ലോകത്തുള്ളത്, അതിൻ്റെ അബണ്ടൻസ്. സോ ആവറേജ് അറ്റോമിക് മാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 10 × 20 എന്ന് എഴുതും അല്ലേടാ, പ്ലസ് പറഞ്ഞോ 11 × 80 എന്ന് എഴുതും, ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോമ്പോസിഷൻ 20 + 80 100 എന്ന് എഴുതും. എടാ 10 × 20 200 ആണെന്നും 11 × 80 880 ആണെന്നും നിങ്ങൾക്കറിയാം, ഡിവൈഡഡ് ബൈ 100. 200ഉം 880ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1080 എന്ന ആൻസർ വരും, ഡിവൈഡഡ് ബൈ 100. അതാണ് 10.8 ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പഠിപ്പിച്ചേ? ഡിഫറെൻറ്റ് ഐസോട്ടോപ്പിൽ എക്സിസ്റ്റൻസ് ഉള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആവറേജ് അറ്റോമിക് മാസിലാണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എടാ നിർബന്ധമായും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. 4 തവണ എൻ്റെ കൂടെ പറയണേ. വോളിയം ഓഫ് 1 മോൾ ഗ്യാസ് അറ്റ് എസ് ടി പി ഈസ് 22.4 ലിറ്റർ. മരിച്ചാലും മറക്കരുത്, വോളിയം ഓഫ് 1 മോൾ ഗ്യാസ് അറ്റ് എസ് ടി പി. ഏത് ഗ്യാസ് ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡോ മീഥൈനോ അമോണിയയോ വാട്ടർ വേപ്പറോ ഏത് ഗ്യാസും ആയിക്കോട്ടെ, എസ് ടി പിയിൽ അതിൻ്റെ അളവ് 1 മോൾ ആണോ അതിൻ്റെ വോളിയം 22.4 ആണ്. അപ്പോൾ ഏതൊരു ഗ്യാസും 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം 22.4 ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്പർ ഓഫ് മോൾ കാണാനുള്ള അടുത്തൊരു ഇക്വേഷൻ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. അഥവാ 22.4 ആണ് ഒരാളുടെ വോളിയം എന്ന് കണ്ടാൽ അത് 1 മോൾ ആണെന്ന് മനസ്സിലാക്കാമല്ലോ, തിരിച്ചു മനസ്സിലാക്കാമല്ലോ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എസ് ടി പിയിൽ 22.4 ആണ്. അത് ഞാൻ തിരിച്ചു മനസ്സിലാക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗ്യാസ് എസ് ടി പിയിൽ 22.4 അളവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് 1 മോൾ ആണ്, ശരിയല്ലേ? അപ്പോൾ 22.4ൻ്റെ ഇരട്ടി 44.8 ആണ് ഒരാളുടെ വോളിയം എന്ന് കണ്ടാലോ അത് 2 മോൾ ആണ്. അപ്പോൾ നമ്മൾ എത്ര മോൾ ഉണ്ട് എന്ന് കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4. എക്സാമ്പിൾ പിടിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു 44.8 ഡിവൈഡഡ് ബൈ 22.4, ദാറ്റ് ഈസ് 2 മോൾ. ക്ലിയർ അല്ലേടാ? ഇത് അടുത്തൊരു എക്സാമ്പിൾ പറയാണ്. 11.2 ലിറ്റർ ഓഫ് NH3. 11.2 ലിറ്റർ NH3 തന്നു. നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം 11.2 ഡിവൈഡ് ബൈ 22.4, ദാറ്റ് ഈസ് 1/2 മോൾ.
ക്ലിയർ? അടുത്തൊരു എക്സാമ്പിൾ പെട്ടെന്ന് പിടിച്ചോ. 5.6 ലിറ്റർ. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ക്വസ്റ്റ്യനിൽ എപ്പോഴും വരുന്ന വാല്യൂസ് ആണ് ഈ കാണുന്ന വാല്യൂസ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഈസിലി ഡിവിസിബിൾ ആണോ അല്ലേ എന്നൊന്ന് ആലോചിച്ച് സമയം കളയേണ്ടതാണ്. അപ്പോൾ അതൊക്കെ 2-3 തവണ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസ് ഒക്കെ മനസ്സിൽ വന്നോളും. 5.6 ഡിവൈഡ് ബൈ 22.4 ഇതാണ് നമ്പർ ഓഫ് മോൾ കാണാനുള്ള ഇക്വേഷൻ. 5.6 എന്ന് പറഞ്ഞാൽ 22.4ൽ കൃത്യം 4 തവണയാണ് ഉണ്ടാവുക. സോ ദി ആൻസർ ഈസ് 1/4 മോൾ. 22.4ൻ്റെ പകുതിയാണ് 11.2, 11.2ൻ്റെ പകുതിയാണ് 5.6. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ടും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾ കാണാനുള്ള വളരെ മനോഹരമായ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. മറ്റൊരു ഇക്വേഷൻ അതെന്താ അറിയോ? ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് തന്നതെങ്കിൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ അഥവാ എണ്ണമാണ് തന്നതെങ്കിൽ, മാസാണ് തന്നത് എങ്കിൽ കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നു. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. വോളിയം ആണ് തന്നതെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ തൊട്ടും ഞാൻ പഠിപ്പിച്ചു തന്നു. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഇനി മാസുമല്ല വോളിയവുമല്ല, എണ്ണം തന്നു. എണ്ണം ഇത്ര എണ്ണം, 10 എണ്ണം, 100 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണം ഇങ്ങോട്ട് തന്നാൽ അതെത്ര മോളുണ്ടെന്ന് കാണാൻ ആ തന്നിരിക്കുന്ന നമ്പറിനെ, ഗിവൺ നമ്പറിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഗിവൺ നമ്പർ ഡിവൈഡ് ബൈ 20 അവഗാഡ്രോ നമ്പർ. എക്സാമ്പിൾ പഠിച്ചോ. 3 × 10⁻²4 ഇലക്ട്രോൺസ്. നോക്കിക്കേ, നിങ്ങൾ ഈ കാണുന്ന എഴുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ തന്നിരിക്കുന്നത് അതിൻ്റെ എണ്ണമാണ്. 3 × 10⁻²4 ഗ്രാം എന്നോ ലിറ്റർ എന്നോ ml എന്നോ കിലോഗ്രാം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മാസുമല്ല വോളിയം ഒന്നുമല്ല, വെറുതെ ഒരു നമ്പർ. ഇത്രയും എണ്ണം ഇലക്ട്രോൺ എന്നല്ലേ തന്നെ. എണ്ണമാണ് തന്നതെങ്കിൽ ഗിവൺ നമ്പർ 3 × 10⁻²4 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. കിतना है അവഗാഡ്രോ നമ്പർ? 6 × 10⁻23. അപ്പം 3/6 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേടാ. 1/2 × 10⁻23 10⁻24 കട്ടായി പോയാൽ മുകളിൽ ഒരു 10 മാത്രം ബാക്കിയാവില്ലേടാ. സോ ദി ആൻസർ ഈസ് 5 മോൾ. അപ്പോൾ ഫൈനലി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള 3 ഇക്വേഷൻസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഫസ്റ്റ് വൺ, മാസ് തന്നാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്, വോളിയം തന്നാൽ ഗിവൺ വോളിയം ബൈ 22.4, നമ്പർ തന്നാൽ ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എഴുതി വെച്ചോ, വേപ്പർ ഡെൻസിറ്റി. ആരാടാ? വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2. ഒരിക്കലും മറക്കരുത്, വേപ്പർ ഡെൻസിറ്റി മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് എഴുതി വെച്ച് വേപ്പർ ഡെൻസിറ്റി മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2. എക്സാമ്പിൾ C6H6 ആണെന്ന് വിചാരിക്കുക. ബെൻസീനിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എത്രയാണ്? 6 കാർബൺ 72, ഓക്കെ, 1 കാർബൺ 12, 6 ഹൈഡ്രജൻ 6. സോ ദി ആൻസർ 78 ആണ് മോളാർ മാസ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി അതിൻ്റെ പകുതി ആയിരിക്കും 39. ഒന്ന് ഓർത്ത് വെച്ചേക്ക്, നമുക്ക് ആവശ്യമുണ്ട്. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എംപിരിക്കൽ ഫോർമുലയാണ് അടുത്ത്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു, മിനിമം മോളാർ മാസ്. മിനിമം മോളാർ മാസ് ഒരു കോമ്പൗണ്ടിനെ സംബന്ധിച്ച് കുറേ ഡാറ്റയൊക്കെ തന്നിട്ട് ആ പോളിമറിൻ്റെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ മിനിമം മോളാർ മാസ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചു കളയും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാനുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള വഴി ഇതാണ്. എല്ലാവരും എഴുതി വെച്ചോളൂ. അറ്റോമിക് മാസ്, എല്ലാവരും എഴുതണേ, അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ വിഷമം തീരും. മിനിമം മോളാർ മാസ്, അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ്. എല്ലാവരും ഒന്ന് കാണാൻ പഠിച്ചേ. അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ്. അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എ പോളിമർ, എല്ലാവരും എഴുതൂ. എ പോളിമർ കണ്ടെയ്ൻ എല്ലാവരും എഴുതിക്കോളണേ. 0.2% കാർബൺ. 0.2% കാർബൺ ഉണ്ട്. ഒരു പോളിമറിനുള്ളിൽ 0.2% കാർബൺ ഉണ്ട്. കാൽക്കുലേറ്റ് മിനിമം മോളാർ മാസ്. കാൽക്കുലേറ്റ് മിനിമം മോളാർ മാസ് ഓഫ് പോളിമർ. മിനിമം മോളാർ മാസ് ഓഫ് പോളിമർ കാണാൻ പഠിച്ചേ. ഇതാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇക്വേഷൻ കാണാൻ പഠിച്ചേ. അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ്. മിനിമം മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതുകയാണ്. അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ്. ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? ഒരു പോളിമറിൻ്റെ ഉള്ളിൽ
0.2% കാർബൺ ഉണ്ട് എന്നല്ലേടാ പറഞ്ഞേ. അപ്പോൾ ആ കാർബണിൻ്റെ അറ്റോമിക് മാസ് അതെത്രയാണെന്ന് നിങ്ങൾക്കറിയാം, 12 ആണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 0.2. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്ക് കാൽക്കുലേഷൻ, വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കിയേടാ, അപ്പോൾ ഈ പോയിന്റിനെ താഴെയുള്ള പോയിന്റിനെയും ഒഴിവാക്കാൻ ഞാൻ മുകളിൽ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ താഴെയുള്ളത് 2 എന്നായി, മുകളിൽ ഒരു 0 കൂടി എക്സ്ട്രാ വന്നു. അപ്പോൾ 2ഉം 12ഉം കട്ടായി പോയാൽ 6 × 1000 6000 ഈസ് ദി മിനിമം മോളാർ മാസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഇതുപോലെ ഞാൻ നിനക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, എല്ലാവരും ആൻസർ എഴുതി എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. എല്ലാവരും എഴുതിയെടുക്ക്. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ, പെട്ടെന്ന് എഴുതിക്കോ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ എല്ലാവരും പെട്ടെന്ന് എഴുതിക്കോളണേ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ 2% സൾഫർ, 2% സൾഫർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് മിനിമം മോളാർ മാസ്. ആ കോമ്പൗണ്ടിൻ്റെ മിനിമം മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. മിനിമം മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങളെല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുത്തേടാ. എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഞാൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറുമായിട്ട് ഒരുപോലെയാണ്, സാമ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്ക്. എടാ മോളാർ മാസ് 32 അല്ലേ, അറ്റോമിക് മാസ് ഓഫ് സൾഫർ 32 ആണല്ലോ, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് 2. പരിപാടി കഴിഞ്ഞു. അപ്പോൾ 32ൻ്റെ പകുതി എത്ര, 16. 16 ഇൻറ്റു 100 1600 ഈസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതലും എൻട്രൻസിന് ചോദിക്കാറുണ്ട്. ചോദ്യം ഇടുന്ന ആൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് ഭീകരമായ ഒരു ക്വസ്റ്റ്യനാണിത് എന്നാ. ഒരു തേങ്ങയുമില്ല. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചാൽ സംഭവം സിമ്പിളാണ്. കുഞ്ഞുങ്ങളെ, എംപിരിക്കൽ ഫോർമുല എന്താണ്? എംപിരിക്കൽ ഫോർമുല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. മോളിക്കുലാർ ഫോർമുലയുടെ സിംപ്ലസ്റ്റ് വേർഷനാണ്, സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ C6H6 എന്നതിൻ്റെ എംപിരിക്കൽ ഫോർമുല CH ആണെന്ന് നമുക്കറിയാം. ഇതിനെ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. C4H4 ആണെങ്കിലോ അതും CH ആണെന്ന് നിങ്ങൾക്കറിയാം. ക്ലിയർ അല്ലേടാ? C2H2 ആണെങ്കിലോ അപ്പോഴും CH ആണെന്ന് നിങ്ങൾക്കറിയാം. ക്ലിയർ അല്ലേടാ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഏതൊരു മോളിക്കുലാർ ഫോർമുല ഞാൻ തന്നാലും എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പഠിക്കും. എങ്ങനെയാണ് പെട്ടെന്ന് കാണുക? അതിനെ ഡയറക്റ്റ് ഏത് വാല്യൂ കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. C4H8 ആണെന്ന് വിചാരിക്കൂ. C4H8 എംപിരിക്കൽ ഫോർമുല എന്താണ്? ഇവിടെ നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. സോ CH2 എന്നാണ് എന്ത് വരിക? എംപിരിക്കൽ ഫോർമുല വരിക. ക്ലിയർ അല്ലേടാ? N2O4 ആണ്. N2O4 ആണെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താ വരിക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ NO2 എന്ന് വരും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏതൊരു മോളിക്കുലാർ ഫോർമുല തന്നാലും എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എന്ന പോലെ ഏതൊരു എംപിരിക്കൽ ഫോർമുല തന്നാലും മോളിക്കുലാർ ഫോർമുല പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ 3 നോക്കിക്കേ, ഇവിടെ 3 എംപിരിക്കൽ ഫോർമുല സെയിമാണ്. അപ്പോൾ ഞാൻ നിന്നോട് എംപിരിക്കൽ ഫോർമുല CH ആണ് എന്ന് പറഞ്ഞിട്ട് മോളിക്കുലാർ ഫോർമുല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം CHൻ്റെ മോളിക്കുലാർ ഫോർമുല ആയിട്ട് C6H6 വരാം, C4H4 വരാം, C2H2 വരാം, ഇനി C6H6 വരാം, C8H8 വരാം. ഇനി ഇതൊക്കെ ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള എംപിരിക്കൽ ഫോർമുലയാണല്ലോ CH. അപ്പോൾ എംപിരിക്കൽ ഫോർമുല തന്നിട്ട് മോളിക്കുലാർ ഫോർമുല കാണാൻ ലോജിക്ക് മാത്രം പോരാ, ഒരു ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല കാണാൻ, എംപിരിക്കൽ ഫോർമുല കാണാൻ എളുപ്പമാണ്, നേരെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ മോളിക്കുലാർ ഫോർമുല കാണാൻ ഞാൻ പറയുന്ന പണിയെടുക്കണേ. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഹൃദയം കൊണ്ടൊരു 4 തവണ ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് എടുത്തേടാ. മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. കാണാതെ ഒന്ന് പഠിച്ചേ. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എക്സാമ്പിൾ ഞാൻ തരാം. CH ആണ് എംപിരിക്കൽ ഫോർമുല. ഇപ്പോൾ തന്ന ആളെന്നെ ആയിക്കോട്ടെ, എംപിരിക്കൽ ഫോർമുല CH ആണ്. മോളാർ മാസ് 78 മോളാർ മാസ് 78 ആണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ത്? എടാ മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്താ? CH ഇൻറ്റു മോളാർ മാസ് എത്ര? 78 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഒന്നുമില്ല, എംപിരിക്കൽ ഫോർമുലയുടെ മാസ്. ആരാടാ എംപിരിക്കൽ ഫോർമുല? CH അല്ലേ? അതിൻ്റെ മാസം എന്ന് പറഞ്ഞേ, ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ അല്ലേ ഇടാ ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര മാസ്? 13. ഒരു കാർബൺ 12, ഒരു ഹൈഡ്രജൻ 1, 13. കട്ടായി പോവും. 78ഉം 13ഉം ഡിവൈഡ് ചെയ്തു പോകും, മുകളിൽ 6 എന്ന് വരും. അപ്പോൾ കാർബണിനെയും ഹൈഡ്രജനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ
അർത്ഥം കാർബണിനെ ഹൈഡ്രജനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കാർബണിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C6, ഹൈഡ്രജൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ H6. C6H6 ഈസ് ദി കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ പൊന്നുമക്കളെ? ഇങ്ങനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് തിരിച്ച് മോളിക്കുലാർ ഫോർമുല കാണുക. അതിന് നമുക്ക് ആവശ്യമുള്ള 2 ഡാറ്റ, ഒന്ന് എംപിരിക്കൽ ഫോർമുല ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, മോളാർ മാസും ക്വസ്റ്റ്യനിൽ ഉണ്ടാകും. ഇനി മോളാർ മാസിന് പകരം ചിലപ്പോൾ വേപ്പർ ഡെൻസിറ്റി തരും. പേടിക്കണ്ട, വേപ്പർ ഡെൻസിറ്റി മോളാർ മാസും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റി ഈസ് ദി ഹാഫ് ഓഫ് മോളാർ മാസ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റിയാണ് തന്നതെങ്കിൽ മോളാർ മാസ് കാണാൻ ആ വേപ്പർ ഡെൻസിറ്റിയെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്കതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടിൽ വരുന്നുണ്ട്. എടാ മോനെ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എംപിരിക്കൽ ഫോർമുല കണ്ടെത്തണം ഫ്രം പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എംപിരിക്കൽ ഫോർമുല ഫ്രം പെർസെൻറ്റേജ് കോമ്പോസിഷൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമായിരിക്കും, പബ്ലിക് എക്സാമിന് നമ്മളിതൊരു 6 ടേബിളൊക്കെ വരച്ചിട്ട് അവസാനം എംപിരിക്കൽ ഫോർമുല വിരിഞ്ഞു വരുന്ന ഒരു സമ്പ്രദായമൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ 6 ടേബിളൊക്കെ വരച്ച് ചെയ്യാൻ മാത്രമുള്ള സമയമുള്ള ഒരു എക്സാം അല്ലല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണേ. അപ്പോൾ ടേബിളിൻ്റെ എണ്ണം ഞാൻ വളരെയധികം കൊണ്ട് ചുരുക്കി. എന്നിട്ട് എന്താ ശ്രദ്ധിച്ചോ, ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങളെ ഇത് പഠിപ്പിക്കാൻ പോവാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ 75% ആണ്, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 25% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ 75% ആണ്, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ 25% ആണ്. ദെൻ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? എടാ മോനെ, 3 കോളം. ഒന്നാമത്തെ കോളം സിമ്പിളാണ്, എലമെൻറ്റ്, നിങ്ങൾക്കറിയാവുന്ന ആൾ. രണ്ടാമത്തെ കോളം പഠിച്ചു വെച്ചോ, പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. മൂന്നാമത്തെ കോളം സിംപ്ലസ്റ്റ് റേഷ്യോ. കഴിഞ്ഞു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല കിട്ടും. അപ്പോൾ എലമെൻറ്റ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എലമെൻറ്റുകൾ ആരൊക്കെയാണ്? കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അടുത്ത കോളം എന്താ? അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്. കാർബൺ എത്ര ശതമാനം ഉണ്ട് എന്നാണ് പറഞ്ഞ്? 75 ഡിവൈഡ് ബൈ അതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്നാണ് പറഞ്ഞ്? 12. നിങ്ങളത് ഉടനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. 25 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 6.25 എന്നാണ് ആൻസർ വരിക. 6.25 എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഇനി ഹൈഡ്രജൻ്റെ കഥ പറ. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 25 ഡിവൈഡ് ബൈ അതിൻ്റെ അറ്റോമിക് മാസ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണെന്ന് നമുക്കറിയാം. സോ ദി ആൻസർ ഈസ് 25. ഇനി അടുത്തത് സിംപ്ലസ്റ്റ് റേഷ്യോ ആണ്. സിംപ്ലസ്റ്റ് റേഷ്യോ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടിയില്ലേടാ, 6.25 എന്നാണ് ഇവിടെ കിട്ടിയത്, 25 എന്നാണ് ഇവിടെ കിട്ടിയത്. ഇതിലേതാണോ ചെറിയ വാല്യൂ, അതുകൊണ്ട് ഈ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക. 6.25 ആണോ 25 ആണോ ചെറുത്? 6.25 ആണ്. അപ്പോൾ ആ 6.25 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുക, 6.25 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുക. ഏതാണോ ചെറുത് അതുകൊണ്ട് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 6.25 ഡിവൈഡ് ബൈ 6.25 ഈസ് 1. 25 ഡിവൈഡ് ബൈ 6.25 കറക്റ്റ് ഡിവിസിബിൾ ആണ്, 4 എന്ന് വരും. കഴിഞ്ഞടാ. അപ്പോൾ കാർബണിൻ്റെ എണ്ണമാണ് ഇവിടെ കിട്ടിയത്, ഹൈഡ്രജൻ്റെ എണ്ണമാണ് ഇവിടെ കിട്ടിയത്. കാർബണിൻ്റെ എണ്ണം 1ഉം ഹൈഡ്രജൻ്റെ എണ്ണം 4ഉം. സോ ദി എംപിരിക്കൽ ഫോർമുല CH4. എല്ലാവരും ഓക്കെ അല്ലേ? എംപിരിക്കൽ ഫോർമുല CH4 ആണ്. നീട്ടി വലിച്ച് ഒരുപാട് ടേബിളൊന്നും ഞാൻ തന്നിട്ടില്ല. 3 ആൾ. അതിൽ തന്നെ ഒന്നാമത്തതൊന്നും ഒരു കോളമല്ല, ഒരു അത്രയല്ലേ ഉള്ളൂ. ആരാ? എലമെൻറ്റ്. എവിടെ നീട്ടി? ക്വസ്റ്റ്യൻ നീട്ടി. പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസും സിംപ്ലസ്റ്റ് റേഷ്യോയും മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്ന് കൃത്യമായിട്ട് എഴുതിയെടുത്തേക്കണേ. പൊന്നു മക്കളെ, ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, പബ്ലിക് എക്സാമിന് വേണ്ടി ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടെ നിങ്ങൾ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. ഇത് ഏറ്റവും സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഏറ്റവും സിമ്പിളായി ലിമിറ്റിംഗ് റിയേജൻറ്റ് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ അതിനെ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എടാ, 20 ഗ്രാം ഹൈഡ്രജൻ ആൻഡ് 100 ഗ്രാം ഓക്സിജൻ are taken for H2 plus half O2 gives H2O.
ഈ റിയാക്ഷൻ നടത്താൻ 20 ഗ്രാം ഹൈഡ്രജനും 100 ഗ്രാം ഓക്സിജനും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയേജൻറ്റ്. സബ് ക്വസ്റ്റ്യൻ എ. സബ് ക്വസ്റ്റ്യൻ ബി, കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്. എല്ലാവരും എഴുതും എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്ക്. എന്നിട്ട് ഞാനിതിൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇനി ഒരാളും പേന തൊടാൻ പാടില്ല. ഞാൻ പറയുന്നത് കൃത്യം കണ്ടിരിക്ക്. എൻ്റെ പരിപാടി മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ നീ ഇനി പേന തൊടാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ആ റിയാക്ഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. H2 + ½ O2 gives H2O. ഞാനടാ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂവിനെ ഞാൻ ആദ്യം നോക്കണേയില്ല. ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ 20, 100 എന്നൊക്കെയാണല്ലോ. അതൊന്നും ഞാൻ ആദ്യം നോക്കണില്ല. ഞാൻ ആദ്യം തന്നെ ഈ കാണുന്ന ആൾക്കാരുടെ മാസ് എഴുതാൻ പോവാണ്. ഇതെത്രയാടാ? 2H2. ഐ മീൻ 2H. 2Hന് എത്രയായിരിക്കും മാസ്? 2 ഗ്രാം. ശരിയല്ലേ? ഒരു ഹൈഡ്രജൻ്റെ മാസ് 1, 2 ഹൈഡ്രജൻ 2. ഇത് ½ O2 ആണ്. നിങ്ങളൊന്ന് കഥ പറഞ്ഞേ. ½ O2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓക്സിജൻ മാത്രമല്ലേ ഉള്ളൂ. O2വിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു O. അപ്പോൾ എത്രയാടാ മാസ്? 16 ഗ്രാം. 2 ഹൈഡ്രജനും ഓരോ ഓക്സിജനും 18 ഗ്രാം. ഇപ്പം ഞാൻ ഈ എഴുതിയത് ക്വസ്റ്റ്യനിലുള്ള വാല്യൂ ആണോ? അല്ല. അതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്ന പേര് സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എന്നാണ്. എന്താടാ? സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ വേണം എഴുതാൻ, അല്ലാതെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂ എഴുതരുത്. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ ക്വസ്റ്റ്യനിലുള്ള വാല്യൂ എഴുതേണ്ടത്. ഞാൻ അത് വേറെ കളറിൽ എഴുതുന്നുണ്ട്. ഇൻ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എഴുതണം. ക്വസ്റ്റ്യനിൽ ഹൈഡ്രജൻ 20 ഗ്രാം ആണെന്നും ഓക്സിജൻ 100 ഗ്രാം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇതിൽ ആരാ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് കാണും. ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണെന്ന് ചിന്തിക്കാനൊന്നും നിൽക്കരുത്. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. 2 ആകുമ്പോൾ 16 വേണം, അപ്പോൾ 20 ആകുമ്പോൾ 160 വേണ്ടേ, അത് കുറവല്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ചിന്തകൾക്കൊക്കെ പാളിച്ച സംഭവിച്ചേക്കാം. കാൽക്കുലേഷനിൽ തെറ്റാതിരുന്നാൽ കണക്കാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ നിങ്ങൾക്കത് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളെ ചിന്തകളൊക്കെ ആ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ചിന്തകളൊക്കെ ചിലപ്പോൾ മാറിപ്പോയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നൊരു ട്രിക്ക് ഇതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ഉണ്ട്, സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ ഉണ്ട്. താഴെയുള്ള വാല്യൂവിനെ മുകളിലുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? താഴെന്ന് മുകളിലേക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പം എങ്ങനെയാടാ? താഴെയുള്ള വാല്യൂ എത്രയാടാ? 20 ഡിവൈഡ് ബൈ മുകളിലുള്ള വാല്യൂ 2. അത് എത്രയാടാ? 10 എന്നല്ലടാ വരിക. 10 അല്ലേ വരിക? ഓക്കെ. ഇവിടെയോ 100 ഡിവൈഡഡ് ബൈ 16 എന്നാ വരിക. 100 ഡിവൈഡഡ് ബൈ 16. 100 ഡിവൈഡ് ബൈ 16 എത്രയാടാ? 100 ഡിവൈഡ് ബൈ 10 ആണെങ്കിലല്ലേ 10. 16 ആകുമ്പോഴോ ഒരു 6 തവണയാണെങ്കിൽ 60, 36, 96 കറക്റ്റ്. അപ്പോൾ 6 വരുള്ളൂ. 6 പോയിൻറ്റ് സംതിങ് ഒക്കെ വരും. 6 പോയിൻറ്റ് സംതിങ് എത്രയായിക്കോട്ടെ, സംതിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എടാ, ഹൈഡ്രജനെയും ഓക്സിജനെയും താഴ്ന്ന് മുകളിലേക്കല്ലേ ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തേ. അങ്ങനെ കിട്ടുന്ന വാല്യൂവിൽ ഏതാണോ ചെറുത് അയാളായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇതിൽ ആരാടാ ചെറുത്? ഇവിടെ കിട്ടുന്ന വാല്യൂ 10, ഇവിടെ കിട്ടുന്ന വാല്യൂ 6. ഇതല്ലേടാ സ്മോളർ. അപ്പോൾ അയാളായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണെന്ന് കിട്ടി? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓക്സിജനാണ്. ഓക്സിജൻ്റെ റേഷ്യോ ആണല്ലോ ചെറുത്. അപ്പോൾ സിമ്പിളാണ്. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എഴുതുക, ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എഴുതുക, താഴ്ന്ന് മുകളിലേക്ക് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂയിൽ ഏതാണോ ചെറുത് അവനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഡീലാണല്ലോ. ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഈ റേഷ്യോ ഇല്ലടാ, ഈ റേഷ്യോ, ആ റേഷ്യോ മുത്താണ്. മുത്ത്. ആ റേഷ്യോ എന്താണ് പറ? മുത്താണ്. മുത്ത്. എന്തുകൊണ്ടാണ് ഇവൻ മുത്തായത് എന്നറിയോ? ഇനി നമുക്ക് വാട്ടറിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാലും, ഇനി വാട്ടറിനപ്പുറത്ത് വേറെ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാലും ഈ റേഷ്യോ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര വാട്ടർ ഉണ്ടാകും എന്നല്ലേ ക്വസ്റ്റ്യൻ. അതിനെന്ത് ചെയ്താൽ മതി? വാട്ടറിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ ഇല്ലേടാ 18. ആ 18നെ നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ റേഷ്യോ കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ 18 ഇൻറ്റു ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ റേഷ്യോ എത്രയായിരുന്നു 100/16. അതെത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാൽക്കുലേഷൻ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. 9/8 എന്ന് വരും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.1 എന്ന് വരും. 1.1 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 110. ഏകദേശം 110 ഗ്രാം ആണ് അതിൻ്റെ എന്ത് വരിക, വെയിറ്റ് വരിക. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. അത് എത്ര വരും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെക്കാനിസം ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ റേഷ്യോ കൊണ്ട് നമുക്ക് കാണാനുള്ള ആളുടെ മാസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെല്ലാവരും ഒന്ന് എഴുതിയെടുത്തിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്യണേ. എടാ എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ. 32 ഗ്രാം CH4, 32 ഗ്രാം CH4 ആൻഡ് എഴുതിക്കൊള്ളണേ 16 ഗ്രാം O2 are taken for ഒരു റിയാക്ഷൻ ഉണ്ട്. CH4 plus 2O2 gives it CO2 plus 2H2O. ഇതാണ് റിയാക്ഷൻ. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ ABC എന്താണെന്ന് ശ്രദ്ധിച്ചെഴുതിക്കോ. A, ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആര്. B, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ്, ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എത്ര ഉണ്ടാകും. C, മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്, ഉണ്ടാകുന്ന വെള്ളം എത്ര ഉണ്ടാകും. എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് പ്രകാരം ഇതൊന്ന് ചെയ്തു വയ്ക്കേ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേടാ. ഞാൻ ഈ പറയുന്ന ആൻസറുമായിട്ട് ശരിയാണെന്നൊന്ന് വിചാരിച്ചേ. എടാ എല്ലാവരും സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ എഴുതുമ്പോൾ ഇത് 16 ഗ്രാം, ഇത് 64 ഗ്രാം അല്ലേടാ, 64 ഗ്രാം, ഇത് 44 ഗ്രാം, ഇത് 36 ഗ്രാം. ഇങ്ങനെയല്ലേടാ വരിക 36, 18ൻ്റെ ഡബിൾ 36. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എഴുതുമ്പോൾ ഇവിടെ 32 എന്ന് വരും, ഇവിടെ 16 എന്ന് വരും. ഇവിടെ രണ്ടാളാണ് നമുക്കുള്ളത്. റിയാക്റ്റൻ്റ് CH4ഉം O2 ഉണ്ട്. രണ്ടുപേരുടെയും വാല്യൂ താഴ്ന്ന് മുകളിലേക്ക് ഡിവൈഡ് ചെയ്താൽ 32 / 16 ദാറ്റ് ഈസ് 2. ഇവിടെ 16 / 64 ദാറ്റ് ഈസ് 1/4. ഇതാണല്ലോ ചെറുത്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്. അപ്പോൾ ഇയാളാണ് സ്മോളർ. അതുകൊണ്ട് ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണെന്ന് കിട്ടി? ഓക്സിജൻ. മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് കാണാൻ ഭയങ്കര എളുപ്പം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് മാസ് 44 ഇൻറ്റു ഇയാളുടെ റേഷ്യോ 16/64ൻ്റെ വാല്യൂ 1/4 ആണ് നമുക്കറിയാലോ, 1/4. സോ ദി ആൻസർ ഈസ് 11 ഗ്രാം. ഓപ്ഷൻ ബിയുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ സി, മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്, ഒന്നുമില്ല, അയാളുടെ മാസ് എത്ര, സ്റ്റോയിഷ്യോമെട്രിക്കലി നമുക്ക് കിട്ടിയ മാസ് 36 ഇൻറ്റു ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ റേഷ്യോ, ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് എന്ന് നമ്മളെ കണ്ടെത്താൻ സഹായിച്ച മുത്തുമണി ഇല്ലേടാ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദി ആൻസർ ഈസ് 9. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും ഈ മെത്തേഡിലൂടെ നിങ്ങൾ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അവസാനമായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ ടേംസ് ആണ്. എടാ നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ടേംസ് ഇവരൊക്കെയാണ്. ഒന്ന് മാസ് പെർസെൻറ്റേജ്, 2 മോൾ ഫ്രാക്ഷൻ, 3 ആരാണ് മൊളാരിറ്റി, 4 മൊളാലിറ്റി. ക്ലിയർ? മാസ് പെർസെൻറ്റേജിനെ പെർസെൻറ്റേജ് W/W എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മോൾ ഫ്രാക്ഷനെ കൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M എന്നും മൊളാലിറ്റി സ്മോൾ ലെറ്റർ M എന്നും റെപ്രസെൻ്റ് ചെയ്യും. ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ്, ഏതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോ. ദിസ് വൺ ആരാ, മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ മൊളാരിറ്റി മാറും, ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആരും മാറൂല. ക്ലിയർ ആണല്ലോ? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം മൊളാരിറ്റിയുടെ ഇക്വേഷൻ കണ്ടെയ്ൻ വോളിയം. അതിൽ വോളിയം എന്നൊരു ടേം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വോളിയം കണ്ടെയ്നിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. വോളിയത്തിൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കി 3 കിടുതാപ്പുകളിലും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓരോന്നിനൊന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിളാണ്. ഒന്ന് മാസ് പെർസെൻറ്റേജ്, പെട്ടെന്ന് എഴുതിക്കോ. മാസ് പെർസെൻറ്റേജ് സിമ്പിളാണടാ. മാസ് ഓഫ് എ
കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. അറിയാത്തവർ വെറുതെ എഴുതി വെച്ചു. മാസ് ഓഫ് എ കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. 20 ഗ്രാം വാട്ടറും 5 ഗ്രാം NaCl മിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എത്ര, മാസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എത്ര, അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് NaCl എത്ര എന്ന് കണ്ടെത്തണം. സിമ്പിളാ. എങ്ങനെയാണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞ് ഒരാളുടെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ അയാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ വാട്ടറിൻ്റെ മാസ് 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 20യും 5ഉം കൂട്ടിയാൽ 25 അല്ലേടാ ഇൻറ്റു 100. അപ്പോൾ 25ഉം 100ഉം കട്ടായി പോയാൽ മുകളിൽ 4 എന്ന് വരും. 80% എന്ന് ആൻസർ വരും. സോ അതുപോലെ NaClൻ്റെ മാസ് 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 25 ഇൻറ്റു 100. സോ ദി ആൻസർ ഈസ് 20 ഗ്രാം 20% എന്ന് വരും. മാസ് പെർസെൻറ്റേജ് ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അടുത്തത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മോൾ ഫ്രാക്ഷൻ കാണാൻ എടാ A എന്നും B എന്നും പേരുള്ള 2 എലമെൻ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ആണ്. അപ്പോൾ കൈ ബി എന്ന് പറയുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ആണ്. എക്സാമ്പിൾ, എടാ 2 മോൾ ഹീലിയം ഈസ് മിക്സ്ഡ് വിത്ത് 3 മോൾ ഓക്സിജൻ. 2 മോൾ ഹീലിയവും 3 മോൾ ഓക്സിജനും ഞാൻ മിക്സ് ആക്കി. അപ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹീലിയം എത്രയാടാ? ഹീലിയത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 2 + 3 5. 2/5 എത്രയാടാ? 0.4. എങ്ങനെ പെട്ടെന്ന് കിട്ടി? 20 ആണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. മുകളിൽ 20/5 4 ആണല്ലോ. 20-ന് 0 കുറവ് ഇവിടെ ഉള്ളത് കൊണ്ട് സോ ദി ആൻസർ ഈസ് 0.4. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ആണ് ചോദിച്ചെന്നുണ്ടെങ്കിലോ അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 30/5 ആണെങ്കിൽ 6 ആണ്. ഇത് 3/5 ആയതുകൊണ്ട് 0.6 ആണ്. ക്ലിയർ അല്ലേ? മോൾ ഫ്രാക്ഷനൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്കൊന്നും അറിയാത്തതൊന്നുമല്ല. എന്നാലും ഞാൻ ഇതിലുള്ള അടുത്ത ഒരു കാര്യം ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണ്. എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളൂ. എടാ 2 ഗ്രാം വേണ്ട 20 എഴുതിക്കോ. 20 ഗ്രാം ഹീലിയം ഈസ് മിക്സ്ഡ് വിത്ത്, എല്ലാവരും എഴുതിയെടുത്തോ. 20 ഗ്രാം ഹീലിയം ഈസ് മിക്സ്ഡ് വിത്ത് 64 ഗ്രാം ഓക്സിജൻ. 64 ഗ്രാം ഓക്സിജൻ. ശ്രദ്ധിക്കുക, നിന്നോട് മോൾ ഫ്രാക്ഷനാണ് ചോദിക്കണേ, പക്ഷെ ഇവിടെ തന്നത് മാസാണ്. മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ ഓഫ് ഹീലിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേടാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല, പകരം വെയിറ്റ് ആണ് തന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന വെയിറ്റിൽ നിന്ന് നമ്പർ ഓഫ് മോൾ കാണാൻ പണ്ട് ഇതേ വലിപ്പത്തിൽ ഒരു തന്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം ഈസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേടാ. ഗിവൺ മാസ് ഇവിടെ തന്നിരിക്കുന്ന മാസ് 20, മോളാർ മാസ് ഓർ അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഈസ് 4. സോ ദി ആൻസർ ഈസ് 5 മോൾ. അപ്പോൾ ഹീലിയത്തിൻ്റെ നമ്പർ ഓഫ് മോൾ ഇവിടെ പറയാതെ പറഞ്ഞിട്ടുണ്ട് 5 മോളാണ്. എന്ന പോലെ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾ ഗിവൺ മാസ് 64 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓക്സിജൻ്റെ മോളാർ മാസ് 32. സോ ദി ആൻസർ ഈസ് 2 മോൾ. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയവും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജനും ഇവിടെ കിട്ടിയത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം 5 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 7. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഈസ് അയാളുടെ നമ്പർ ഓഫ് മോൾ 2 ഡിവൈഡ് ബൈ 7. ക്ലിയർ അല്ലേ? അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതല്ല നമ്മുടെ ചർച്ച, അത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു മിക്സ്ചറിലെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓൾവേസ് 1 ആയിരിക്കും. അപ്പോൾ ഒരു മിക്സ്ചറിൽ 10 കമ്പോണൻറ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓരോരുത്തരുടെ മോൾ ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടെത്തിയിട്ട് കൂട്ടി നോക്കിയാൽ ഓൾവേസ് ഇറ്റ് വിൽ ബി 1. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി മിക്സ്ചർ ഈസ് 1. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ആളാണ് മൊളാരിറ്റി. ആരാടാ? മൊളാരിറ്റി. ക്യാപിറ്റൽ ലെറ്റർ എം. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. എടാ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. എഴുതിയെടുക്കണേ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്തേ. ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. എക്സാമ്പിൾ, 2 ഗ്രാം NaOH
ഈസ് ഡിസോൾവ്ഡ് ഇൻ എഴുതൂ 2 gram NaOH is dissolved in 250 ml water. 250 ml water. Calculate molarity. Calculate molarity. ആൻസർ ഇങ്ങനെയാണ്. എടാ വാല്യൂസ് എല്ലാം ഇതിലുണ്ട്. മൊളാരിറ്റി കാണാൻ ഗിവൺ മാസ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് അതെത്രയാണ്? 2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഈ 2 എന്നുള്ളത് ആരുടെ മാസാടാ? NaOHൻ്റെ മാസല്ലേ. ആ NaOHൻ്റെ മോളാർ മാസ് കാണണം. NaOHൻ്റെ മോളാർ മാസ് എങ്ങനെ കാണുക? NAയും Oയും Hഉം സെപ്പറേറ്റ് ആയിട്ട് കണ്ടാൽ മതി. സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, ടോട്ടൽ കൂട്ടിയാൽ 40 എന്ന് വരും. ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. വോളിയം 250 ml ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? കട്ടായി പോകും. 2ഉം 40ഉം കട്ടായി പോയാൽ താഴെ 20 എന്ന് വരും. 1000ഉം 250ഉം കട്ടായി പോയാൽ മുകളിൽ 4 എന്ന് വരും. അപ്പം 4/20 എന്ന് പറഞ്ഞാൽ കട്ടായി പോയാൽ 2/10 എന്ന് വരും. സോ ദി ആൻസർ ഈസ് 0.2 അല്ലേ. 4ഉം 20ഉം കട്ടായി പോയി, 2 കൊണ്ട് കട്ടായി പോയാൽ ഇവിടെ 2 താഴെ 10, 2/10. സോ ദി ആൻസർ ഈസ് 0.2. 0.2 ക്യാപിറ്റൽ ലെറ്റർ M. ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞാൽ മോളാർ എന്നാണ് വായിക്കുക. അതിൻ്റെ യൂണിറ്റ് ആണ് മോളാർ. അപ്പോൾ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം. കണ്ണിലേടാ വോളിയം. അതുകൊണ്ടാണ് ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് ആയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മരിച്ചാലും മറക്കരുതാത്ത ഒരാളാണ് പ്യുവർ വാട്ടർ. സബ്സെ ബഡേ ശുദ്ധപാനി, പച്ചവെള്ളം. പച്ചവെള്ളത്തിൻ്റെ മൊളാരിറ്റി 55.6 ആണ്. 55.55555 അങ്ങനെ ഉണ്ടാവുക. അത് 55.6 എന്ന് ഞാൻ റൗണ്ട് ചെയ്തു, കാണാതെ പഠിച്ചു വെച്ചു. മൊളാരിറ്റി ഓഫ് പ്യുവർ വാട്ടർ 55.6. ഒന്നുമില്ല, 1 ലിറ്റർ വെള്ളത്തിൽ എത്ര നമ്പർ ഓഫ് മോൾ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വാല്യൂ ഒന്നും മറക്കാതിരിക്കുക. പ്യുവർ വാട്ടറിൻ്റെ മൊളാരിറ്റി 55.5 ആണ്. എടാ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊളാലിറ്റിയാണ്. സ്മോൾ ലെറ്റർ M ആണ്. സ്മോൾ ലെറ്റർ M കാണാനുള്ള ഇക്വേഷൻ മൊളാരിറ്റി പഠിച്ചവർക്ക് ഭയങ്കര സിമ്പിളാണ്. എടാ ഒരൊറ്റ കാര്യം ചേഞ്ച് ചെയ്താൽ മതി. ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു നേരത്തെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞതിന് പകരം വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ഇൻ ഗ്രാം എന്നാക്കി കൊടുത്താൽ മതി. പഠിച്ചേടാ, വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം എന്നാക്കി കൊടുത്താൽ മതി. വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം പഠിച്ചില്ലേ മക്കളെ? വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം എന്നാക്കി കൊടുക്കുക. നേരത്തെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ എന്നതിന് പകരം വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. ഈ ഒരു ടേമിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ പറ്റും, ആൻസർ പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാവരും ചെയ്തോ. 10 gram കാൽസ്യം കാർബണേറ്റ് CaCO3 ഇൻ 500 gram വാട്ടർ. 500 gram വാട്ടർ. അങ്ങനെയാണെങ്കിൽ എന്താണ് മൊളാലിറ്റി എന്നൊന്ന് പറഞ്ഞേ. മൊളാലിറ്റി ഗിവൺ മാസ് 10 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ്. കാൽസ്യം കാർബണേറ്റിൻ്റെ മാസ് മൊത്തം കൂട്ടി നോക്കിയാൽ 100 എന്ന് വരും. ഇൻറ്റു വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് 500. അപ്പോൾ ആ പൂജ്യങ്ങളൊക്കെ വെട്ടിപ്പോകട്ടെ. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. ഇവിടെ 1 2 3 4 0 താഴെ, 1 2 3 4 0 മുകളിൽ. അപ്പോൾ 1/5 എന്ന് വരും. 1/5ൻ്റെ വാല്യൂ വീണ്ടും 0.2 അല്ല, 1/5ൻ്റെ വാല്യൂ കറക്റ്റ് 0.2 എന്ന് വരും. നേരത്തെയും 0.2 എന്നല്ലേ ആൻസർ വന്നേ? 2/10 അതെ, 1/5 തന്നെ, 0.2. ക്ലിയർ ആണല്ലോ. എടാ ഞാൻ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാനിവിടെ പഠിപ്പിക്കുകയാണ്. റിലേഷൻ ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. അഥവാ ഏതെങ്കിലും ഒരാളെ തന്നിട്ട് രണ്ടാമത്തെ ആളെ ചോദിച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. എടാ മൊളാരിറ്റി തന്നു, എന്നിട്ട് മൊളാലിറ്റി ചോദിച്ചു, അല്ലെങ്കിൽ തിരിച്ച് മൊളാലിറ്റി തന്നു മൊളാരിറ്റി ചോദിച്ചു. അപ്പോൾ നിങ്ങൾ അവിടെ കുറേ കൂലങ്കഷമായി ചിന്തിച്ച ആൻസർ ഉണ്ടാക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിലും നമ്മൾ പുഷ്പം പോലെ ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കും. കാണാൻ പഠിച്ചു വെച്ചോ. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M is equal to 1000 മൊളാരിറ്റി ഡിവൈഡ് ബൈ 1000 ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്. കാണാൻ പഠിക്കുക. ഓരോ ടേമും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1000 ഇതാരാ? മൊളാരിറ്റി. 1000 ഇതാരാ? ഡെൻസിറ്റി. ഇത് 2 ടേമാണ്. ഒരു M ഒരു M2 ഉണ്ട്. M എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൊളാരിറ്റി, M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. ഈ ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചോ. എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് എക്സാമ്പിൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തു നോക്കാം. 1000 മൊളാരിറ്റി ഡിവൈഡ് ബൈ 1000 ഡെൻസിറ്റി മൈനസ് MM2. എടാ 2 മോളാർ H2SO4 സൊല്യൂഷൻ, H2SO4 സൊല്യൂഷൻ, അവരതിൻ്റെ ഡെൻസിറ്റി 1.8 gram per ml ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1.8 gram per ml ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊളാലിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. മൊളാലിറ്റി എത്ര? എടാ ഞാൻ വാല്യൂ ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേക്കാം, നിങ്ങൾ ആൻസർ പെട്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടാൽ മതി. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? 1000 മൊളാരിറ്റി, മൊളാരിറ്റി എത്ര? 2 അല്ലേ, ഡിവൈഡ് ബൈ 1000 ഡെൻസിറ്റി, 1000 ടൈംസ് ഓഫ് ഡെൻസിറ്റി, 1000 ഇൻറ്റു 1.8 മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്. മോളാർ മാസ് ഓഫ് H2SO4 എത്രയാടാ? H2SO4ൻ്റെ മോളാർ മാസ് 98 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുമല്ലോ, 98. ഇനി വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മുകളിൽ 2000 എന്ന് വരും, ഇവിടെ 1800 എന്ന് വരും. 2 ഇൻറ്റു 98 എന്ന് പറഞ്ഞാൽ 196 എന്ന് വരും. അപ്പോൾ 1800-ൽ നിന്ന് 196 കുറക്കുക. അപ്പോൾ 2000 ഡിവൈഡഡ് ബൈ 1800 മൈനസ് 196, ഒരു 1700. അപ്പോൾ ഏകദേശം ഒരു 1 നിങ്ങൾക്ക് അതിൻ്റെ മൊളാലിറ്റി കിട്ടും. വാല്യൂ എത്ര എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയാണ്. ഞാൻ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾ ഒറ്റക്കാക്കിയില്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ പൊന്നുമക്കളെ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇത്രയാണ് നിങ്ങൾ ഒന്ന് ക്യുക്കായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇവരൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിലെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മക്കളെ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എല്ലാവരും സൂക്ഷിച്ച് വായിക്കണേ. പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ആൻഡ് ഓക്സിജൻ ഇൻ സാമ്പിൾസ് ഓഫ് CuO obtained by different methods were found to be same. This proves the law of. ഒരു കോമ്പൗണ്ടിനെ ഏത് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും ഏത് ടൈപ്പ് ഓഫ് മെത്തേഡിലൂടെ അതിനെ പ്രിപ്പയർ ചെയ്താലും അതിലുള്ള ആറ്റങ്ങളുടെ കോമ്പോസിഷൻ പെർസെൻറ്റേജ് ഫിക്സ്ഡ് ആയിരിക്കും എന്ന റൂളാണ്, അല്ലെങ്കിൽ ആ ലോ ആണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്നതാണ്. 4.4 gram ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഗീവ്സ് 2.24 liter ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഒരു ഓക്സൈഡിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. നൈട്രജൻ്റെ ഒരു ഓക്സൈഡ്, അതിന് ഞാൻ NOx ടൈംസ് എന്ന് എഴുതുകയാണ്. എന്നിട്ട് പറയുകയാണ് 60 gram ഓഫ് അനദർ ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഗീവ്സ് 22.4 liter ഓഫ് നൈട്രജൻ. വേറെ ഒരു ഓക്സൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനെ ഞാൻ NOy ടൈംസ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോ ആണ് ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, 2 കോമ്പൗണ്ട് കണ്ടെയ്നിങ് സെയിം എലമെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ശരിയല്ലടാ, 2 കോമ്പൗണ്ടാണ്, പക്ഷേ രണ്ടിലുമുള്ള എലമെൻറ്റുകൾ സെയിം ആണ്. അപ്പോൾ അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ്. ഇൻസുലിൻ കണ്ടെയ്ൻ 3.4% സൾഫർ ബൈ മാസ്. വാട്ട് വിൽ ബി ദി മിനിമം മോളിക്കുലർ വെയ്റ്റ് ഓഫ് ഇൻസുലിൻ? മോനെ, മിനിമം മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മിനിമം മോളാർ മാസ് കാണാൻ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ്. അതല്ലേ നമ്മുടെ ഇക്വേഷൻ? ഇവിടെ സൾഫറാണ് ചർച്ച. സൾഫറിൻ്റെ അറ്റോമിക് മാസ് 32 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എത്രയാണടാ ഇവിടെ തന്നിരിക്കുന്നത്? 3.4 ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇവിടെ 34 ആയിരുന്നെങ്കിൽ ആൻസർ 1000 എന്ന് വന്നേനെ. ഇത് 34-നേക്കാൾ ഒരു പൊടി കുറവായതുകൊണ്ട് 1000-ൻ്റെ തൊട്ട് താഴെയുള്ളൊരു വാല്യൂ വരും. സോ ദി ആൻസർ 976 ആൻസർ വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കൃത്യമായിട്ട് കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനിലും അതെ, കാൽക്കുലേഷൻ ഞാൻ ചെയ്യില്ല. അതുവരെയുള്ള ത്രെഡുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും, കാൽക്കുലേഷൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ബോറോൺ ഹാസ് 2 ഐസോട്ടോപ്സ് B10 ആൻഡ് B11. റിലേറ്റീവ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ആവറേജ് അറ്റോമിക് മാസ് കാണാനുള്ള ഇക്വേഷൻ ബോറോൺ 10-ൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് നോക്കുക. ബോറോൺ 10 20% ഉണ്ട്. അപ്പോൾ 10 × 20 പ്ലസ് 11 80% ഉണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് 100. അപ്പോൾ 200 പ്ലസ് 880 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 1080 ഡിവൈഡഡ് ബൈ 100. സോ ദി ആൻസർ ഈസ് 10.8.
ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 14.6 gram ഓഫ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാഗ്നീഷ്യം ബൈകാർബണേറ്റിൻ്റെ ഫോർമുല അറിയണം, എന്നാലല്ലേ കളി മുന്നോട്ട് പോകുള്ളൂ. MgHCO3 2 times, ഇതാണ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. 2 times ആണ്. MgHCO3 2 times. നിങ്ങൾ മാഗ്നീഷ്യത്തിൻ്റെ മാസ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ്റെ എല്ലാവരുടെയും മാസ് മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് 146 gram എന്ന ആൻസർ കിട്ടും. ഡയറക്റ്റ് കിട്ടും, 146 gram. ഇവിടെ തന്നിരിക്കുന്നത് 14.6 gram ആണ്. സോ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ ദി ആൻസർ ഈസ് 1/10 മോൾ ഓഫ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണുള്ളത്. മാഗ്നീഷ്യം ബൈകാർബണേറ്റ്. നിന്നോട് ചോദിച്ചത് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് എത്രയുണ്ട് എന്നല്ല, അതിലെത്ര ഓക്സിജൻ ഉണ്ട് എന്നാണ്. മാഗ്നീഷ്യം ബൈകാർബണേറ്റ് 1/10 ആണെങ്കിൽ ഇൻറ്റു 6 ചെയ്യേണ്ടടാ ടോട്ടൽ ഓക്സിജൻ്റെ എണ്ണം കിട്ടാൻ. കാരണം ഒരു മാഗ്നീഷ്യം ബൈകാർബണേറ്റിൽ തന്നെ 6 ഓക്സിജൻ ഉണ്ട്. 3 × 2 6 ഓക്സിജൻ ഉണ്ട്. ബൈകാർബണേറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ 3 × 2 6 ഓക്സിജൻ ഉണ്ട്. ഒരു മാഗ്നീഷ്യം ബൈകാർബണേറ്റിൽ 6 ഓക്സിജൻ, 2 എണ്ണത്തിൽ 6 × 2, 3 എണ്ണത്തിൽ 6 × 3, 10 എണ്ണത്തിൽ 6 × 10. അപ്പോൾ 1/10 മോളിൽ 6 × 1/10 മോൾ. സോ ദി ആൻസർ ഈസ് 6 × 1/10 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. സോ എത്രയാണ് ആൻസർ വരിക? 0.6 മോൾ എന്ന ആൻസർ വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മോളിനെ വെച്ച് ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ ആൻസറിലേക്ക് നോക്കൂ, മോൾ എന്ന് കാണാനില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ നിങ്ങൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 0.6 അവഗാഡ്രോ നമ്പർ, 0.6 ടൈംസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓക്സിജൻ ആറ്റംസ് ആണ് അതിലുണ്ടായിരിക്കുക. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. സിമ്പിളാണ്, എല്ലാം പഠിപ്പിച്ച കോൺസെപ്റ്റാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് മുതൽ ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ മതിയാകും. 5.6 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP weighs ഈക്വൽ ടു 8 gram. എടാ 5.6 ലിറ്റർ ഒരു ഗ്യാസ് എടുത്തപ്പോൾ അതിൻ്റെ മാസ് 8 gram ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേപ്പർ ഡെൻസിറ്റി എത്രയാണ്? എടാ 5.6 ലിറ്റർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററിൽ എത്ര മാസ് ഉണ്ടാകുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? അതെന്താ 22.4ൻ്റെ പ്രത്യേകത? 22.4 എന്ന് പറഞ്ഞാൽ 1 മോൾ ആണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. 1 മോൾ ഗ്യാസിൻ്റെ വോളിയം 22.4 ആണ്. അപ്പോൾ 5.6 ലിറ്ററിന് 8 gram ആണെങ്കിൽ 22.4 ലിറ്ററിന് എത്ര ഗ്രാം ആണെന്ന് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കാണുക? നേരെ ക്രോസ് ചെയ്താൽ മതി. 5.6 × x വിൽ ബി ഈക്വൽ ടു 22.4 × 8. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കാണാം. 22.4 × 8 ഡിവൈഡഡ് ബൈ 5.6. ഈ 5.6ൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് 22.4. കറക്റ്റ് 4 എന്ന് വരും. അപ്പോൾ 4 × 8 32 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ മാസ് 32 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 32ൻ്റെ പ്രത്യേകത എന്താ? 1 മോൾ ഗ്യാസിൻ്റെ മാസ് അല്ലേടാ 32. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ ഗ്യാസാണ്. 1 മോൾ ഗ്യാസിൻ്റെ മാസാണ് 32. അപ്പോൾ ഈ കിട്ടിയ 32 എന്നത് ഈ ഗ്യാസിൻ്റെ മോളാർ മാസാണെന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ചത് വേപ്പർ ഡെൻസിറ്റിയാണ്. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2 ആണ്. 32 ഡിവൈഡഡ് ബൈ 2. സോ ദി ആൻസർ ഈസ് 16. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വോളിയം തന്നിട്ടുണ്ട്, ആ വോളിയത്തിലുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മോൾ ആണെങ്കിൽ എത്ര വെയിറ്റ് ഉണ്ടാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 1 മോൾ ആണെങ്കിൽ എന്ന് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? 22.4 ലിറ്റർ ആണെങ്കിൽ 1 മോളാണ്. ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 32 എന്ന് കിട്ടി. ആ 32നെ ഞാൻ മോളാർ മാസ് എന്ന് പേരും വിളിച്ചു. ഉറപ്പാണല്ലോ, 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണല്ലോ മോളാർ മാസ്. മോളാർ മാസിൻ്റെ പകുതിയല്ലേടാ വേപ്പർ ഡെൻസിറ്റി. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. വിച്ച് വൺ കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ? എടാ ഓരോന്നോരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ നോക്കിയേ, 2.5 gram മോളിക്യൂൾ ഓഫ് N2. നിങ്ങൾക്കറിയുമോ ഗ്രാം മോളിക്യൂൾ എന്ന വാക്കിനെ? ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത്രയും മോൾ മോളിക്യൂൾ എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞുതരാം. 2.5 gram മോളിക്യൂൾ, ഇതിനെ ഇങ്ങനെ വായിക്കരുത് 2.5 gram മോളിക്യൂൾ ഓഫ് N2, അങ്ങനെയല്ല. ഗ്രാം മോളിക്യൂൾ എന്നൊറ്റ വാക്കാണ്. എന്ന പോലെയാണ് താഴെ ഗ്രാം ആറ്റം. ഈ 2 വാക്കുകൾ ഞാനൊന്ന് പഠിപ്പിക്കാൻ പോവാണ്.
ഈ ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാലും ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാലും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മോൾ. പഠിച്ചു വെച്ചോ. ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാലും ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാലും മോളിൻ്റെ എണ്ണം ഡയറക്റ്റ് തന്നു എന്നാണ് അർത്ഥം. സോ ഫസ്റ്റിൽ 2.5 മോൾ N2 എന്നാണ് അർത്ഥം. 2.5 മോൾ N2. എടാ ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ മോൾ എന്നാണ് അർത്ഥം. N2 എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. 2.5 മോൾ N2. അടുത്ത് നോക്കിയടാ 4 ഗ്രാം ആറ്റം ഓഫ് നൈട്രജൻ. അപ്പം എന്താ വ്യത്യാസം എന്നറിയോ? ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാലും ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാലും മോളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഗ്രാം ആറ്റം എന്നാ എടുത്തു പറഞ്ഞേ, അതുകൊണ്ട് ഇവിടെ N എന്ന് മാത്രമേ വരുള്ളൂ, N2 എന്നുണ്ടാവില്ല. അപ്പോൾ മുകളിൽ എന്തുകൊണ്ട് N2 എന്ന് ഞാൻ എഴുതിയെന്ന് മനസ്സിലായില്ലേ? ഗ്രാം മോളിക്യൂളാണ്, താഴെ ഗ്രാം ആറ്റമാണ്. അപ്പോൾ 4 മോൾ N. നിങ്ങളോട് ഇവിടെ ചോദിച്ചത് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂളാണ്. അപ്പോൾ 4 മോൾ N എന്ന് പറഞ്ഞാൽ അത് ആറ്റമാണല്ലോ, അതിനെ മോളിക്യൂളിലേക്ക് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കും, നല്ലല്ലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. 4 മോൾ N എന്ന് പറഞ്ഞാൽ 2 മോൾ N2 അല്ലേടാ. അതെന്തിനപ്പം ഞാൻ അങ്ങനെ മാറ്റിയത്? എല്ലാത്തിനെയും മോളിക്യൂളിലേക്ക് മാറ്റണം. കാരണം ഏതിലാണ് കൂടുതൽ മോളിക്യൂൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കിട്ടിയത് നമുക്ക് ആറ്റത്തിലാണെങ്കിലും അതിനെ ഞാൻ മോളിക്യൂളിലേക്ക് മാറ്റി. നൈട്രജൻ്റെ മോളിക്യൂൾ N2 ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ പകുതിയാണ് എന്തുണ്ടാവുക? മോളിക്യൂൾ ഉണ്ടാവുക. അടുത്ത ശ്രദ്ധിക്കുമോനെ, 3 × 10⁻24 ആറ്റംസ് ഓഫ് H2. കുഞ്ഞുങ്ങളെ ആറ്റംസ് ആണ് ശ്രദ്ധിക്കുക, മോളിക്യൂൾ അല്ല. അപ്പോൾ കിട്ടിയതിന് ഞാൻ വീണ്ടും മോളിക്യൂളിലേക്ക് മാറ്റേണ്ടി വരും. തന്നിരിക്കുന്നതൊരു എണ്ണമാണ്. സോ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ നമ്പർ 3 × 10⁻24 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6 × 10⁻23. അപ്പോൾ 3ഉം 6ഉം കട്ടായി പോയാൽ 0.5 × 10⁻1 എന്ന് വരും. ദാറ്റ് ഈസ് 5 മോൾ. കറക്റ്റ് അല്ലേടാ? 5 മോൾ എന്ന ആൻസർ വരും. 5 മോൾ ഇവിടെ കിട്ടിയത് ആറ്റംസ് ആണ്. അതിനെ മോളിക്യൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. മോളിക്യൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ? മോളിക്യൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹൈഡ്രജൻ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 2.5 മോൾ H2 എന്ന ആൻസർ വരും. അപ്പോൾ മുകളിൽ 2.5, ഇവിടെ 2, ഇവിടെ 2.5. ലാസ്റ്റ് വൺ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. 82 ഗ്രാം ഓഫ് ഡൈനൈട്രജൻ. 82 ഗ്രാം ഡൈനൈട്രജൻ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾ കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എടാ ഗിവൺ മാസ് എത്രയാടാ? 82 ഡിവൈഡ് ബൈ മോളാർ മാസ് 28 ആണ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ 28ഉം 82ഉം തമ്മിലുള്ള ബന്ധം മനസ്സിലാക്ക്. 28 56. 56ഉം 28ഉം എത്രയാടാ വരിക? 84 അല്ലേ വരിക? 84. അതെ. അപ്പോൾ 82 ഡിവൈഡഡ് ബൈ 28 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2.9 സംതിങ് വരും. 84 ആണെങ്കിൽ 3 എന്ന് കറക്റ്റ് വന്നേനെ. 84നേക്കാൾ ഒരു പൊടി കുറവായതുകൊണ്ട് 2.9. അപ്പോൾ 2.9 മോളാണ് ഇവിടെ കിട്ടുക. സോ ഇതിലേതാണ് ഏറ്റവും വലുത്? ഒന്നും നോക്കാനില്ല, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? ഓരോ ഓപ്ഷനിലും എങ്ങനെയാണ് ഞാൻ ഇടപെട്ടതെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഞാനത് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് കാണുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഒരു വട്ടം കൂടി നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്കത് എന്തായാലും മനസ്സിലാവും. അടുത്ത് നോക്കിയേടാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സാമ്പിൾസ് കണ്ടെയ്ൻ ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റംസ് ആണ് വേണ്ടത്, മോളിക്യൂൾസ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലുള്ള മോളിക്യൂൾസിനെ ആദ്യം കാണണം, എന്നിട്ട് അതിലുള്ള നമ്പർ ഓഫ് ആറ്റം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഒന്ന് കാൽക്കുലേഷൻ ഞാൻ ചെയ്യുന്നില്ല, അതിൻ്റെ ത്രെഡ് ഞാൻ തരാം. എടാ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എല്ലായിടത്തും 1 ആണ് അല്ലേ? മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44. ഇപ്പോൾ 1/44 ചെയ്താൽ അതിലെത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന കണക്ക് കിട്ടും. പക്ഷെ ചോദ്യം ആറ്റങ്ങളെ കുറിച്ചായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ആറ്റം ഉണ്ട്? 1 കാർബണും 2 ഓക്സിജനും. അപ്പോൾ ടോട്ടൽ 3 എന്ന് വരും. ഇത് നിങ്ങൾ ചെയ്യണേ. അപ്പോൾ 1/44 × 3 ആണ് ഒന്നാമത്തതിൻ്റെ വാല്യൂ. 2 നോക്കിയേ, 1 ഗ്രാം ഓഫ് C8H18. എടാ C8H18 ഞാനൊന്ന് അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 12 മാസുള്ള 8 കാർബൺ ഉണ്ട്. അപ്പോൾ 96 മാസ് വരും. പ്ലസ് ഹൈഡ്രജൻ 18 ഉണ്ട്. അപ്പോൾ 114 വരും.
ശരിയല്ലടാ? അപ്പോൾ 1/, മോളാർ മാസ് 114 ഇൻറ്റു ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കിയേ. കാർബൺ 8 എണ്ണം, ഹൈഡ്രജൻ 18 എണ്ണം, ടോട്ടൽ 26 എന്ന് വരും. ഞാൻ ഈ എഴുതിയ വാല്യൂസിനെ നിങ്ങൾ പരിഗണിക്കേണ്ട, നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റാം. എങ്ങനെയാണ് ഞാനത് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ, എന്താ കണ്ടെത്തിയത് നിങ്ങൾക്കറിയാം. നിങ്ങളത് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. 1/114 × 26 ഇതിലേതാണ് ലാർജസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, ഏതാണ് വലുത് എന്നാണ് ക്വസ്റ്റ്യൻ. 3 നോക്കിയാൽ 1 gram ഓഫ് C2H6. അപ്പോൾ C2H6ൻ്റെ മാസ് ആദ്യം കണ്ടെത്ത്. 2 കാർബൺ 24 + 6 ടോട്ടൽ 30 എന്ന് വരും. 1/30 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, കാർബൺ 2, ഹൈഡ്രജൻ 6, അപ്പോൾ 8. 1/30 ഇൻറ്റു 8. 4 1 gram ഓഫ് ലിഥിയം ഫ്ലൂറൈഡ്. 1/, ലിഥിയം ഫ്ലൂറൈഡിൻ്റെ മാസ് എത്രയാടാ? ലിഥിയം 7, ഫ്ലൂറിൻ 19, ടോട്ടൽ 26. 1/26 ഇൻറ്റു 2. കാരണം ലിഥിയം ഫ്ലൂറൈഡിലുള്ള 2 ആറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ഞാൻ പറഞ്ഞു തന്നു. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുക, അപ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം കിട്ടും. എന്നിട്ട് അതിലുള്ള ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. അതിലേതാണ് വലുത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 64 gram സൾഫർ ഡയോക്സൈഡ്. എടാ 64 gram സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് നോക്കുക. മോളാർ മാസും 64 തന്നെയാണ് വരിക, കാര്യം സൾഫറിന് 32, 2 ഓക്സിജന് 32. ഇൻറ്റു ഇതിൽ എത്ര ആറ്റം ഉണ്ട് എന്നല്ലടാ ചോദിച്ചേ. ഒരു സൾഫർ ഡയോക്സൈഡിൽ 3 ആറ്റം ഉണ്ട്. അങ്ങനെ എത്ര സൾഫർ ഡയോക്സൈഡ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഇൻറ്റു 3 ചെയ്താൽ മതി, അത്രയും മോൾ ആറ്റങ്ങൾ ഉണ്ടാകും. സോ ദി ആൻസർ ഇസ് 3 മോൾ. 3 മോൾ എന്ന ആൻസറിലുണ്ടോ എന്ന് ചോദിക്കേ, ഇല്ല. പകരം ആ മോളിന് പകരം അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ ഉണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. നമ്പർ ഓഫ് കാൽസ്യം 2+ Cl- അയോൺസ് ഇൻ 111 gram CaCl2. എടാ 111 gram CaCl2 എന്ന് പറഞ്ഞാൽ CaCl2ൻ്റെ മോളാർ മാസും 111 തന്നെയാണ്. നിങ്ങൾക്ക് കൂട്ടി നോക്കാം. കാൽസ്യത്തിൻ്റേത് 40 ക്ലോറിൻ 35.5 ആണ്. 2 എണ്ണം വന്നാൽ 71 എന്നല്ലേ വരിക. ടോട്ടൽ 111 gram. സോ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ദാറ്റ് ഈസ് 1 മോൾ. 1 മോൾ ആണ് കാൽസ്യം ക്ലോറൈഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര കാൽസ്യം 2+ ഉണ്ട്, എത്ര Cl- ഉണ്ട് എന്നാണ് ചോദ്യം. എടാ ഒരു കാൽസ്യം ക്ലോറൈഡിൽ 1 കാൽസ്യം 2+ഉം 2 Cl- അല്ലേ ഉള്ളത് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ 1 മോൾ കാൽസ്യം ക്ലോറൈഡിൽ 1 മോൾ Ca2+ഉം 2 മോൾ Cl- ഉണ്ടാകും. ആ മോളിനെ മാറ്റി അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. സോ അവഗാഡ്രോ നമ്പർ ഓഫ് കാൽസ്യം 2+ഉം 2 times അവഗാഡ്രോ നമ്പർ ഓഫ് Cl- ഉണ്ടാകും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. 23 gram ഓഫ് സോഡിയം വിൽ റിയാക്ട് വിത്ത് ഈഥൈൽ ആൽക്കഹോൾ. എടാ സോഡിയം ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ C2H5OH റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും? ഇവിടെ നിന്ന് H പോയിട്ട് പകരം അവിടെ സോഡിയം കയറിയിരിക്കും. അപ്പോൾ C2H5ON പ്ലസ് ഒരു H അല്ലേ പോയത്, ½ H2 എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 23 gram ആണ് സോഡിയം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ 1 മോൾ സോഡിയം ഉപയോഗിക്കുമ്പോൾ ½ മോൾ അല്ലേടാ ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. എത്ര മോളാണോ സോഡിയം ഉപയോഗിക്കുന്നത് അതിൻ്റെ ½ മോളാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. കാര്യം ഇവിടെ ½ എന്ന് ഒരു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 23 gram എന്നാണ്. 23 gram സോഡിയം എന്ന് പറഞ്ഞാൽ 1 മോളാണ് നമുക്കറിയാലോ. 23 gram സോഡിയം 1 മോളാണല്ലോ. അപ്പോൾ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാകും? ½ മോൾ ഹൈഡ്രജൻ ഉണ്ടാകും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ½ മോൾ ഓഫ് ഹൈഡ്രജൻ ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? സ്റ്റോയിഷ്യോമെട്രി കറക്റ്റായിട്ട് മനസ്സിലായവർക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. 60 gram ഓഫ് എ കോമ്പൗണ്ട് ഓൺ അനാലിസിസ് ഗാവ് 24 gram കാർബൺ. 24 gram കാർബൺ എന്ന് പറഞ്ഞാൽ 2 കാർബൺ എന്നല്ലടാ അർത്ഥം. 24/12. 4 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 4 ഹൈഡ്രജൻ. 32 gram ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ. കാര്യം ഓക്സിജൻ്റെ വെയിറ്റ് 16 ആണല്ലോ. 32/16. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല ചോദിച്ചു. കെമിക്കൽ ഫോർമുല അപ്പോൾ എന്താ കിട്ടി? C2H4O2 എന്നാണ് കെമിക്കൽ ഫോർമുല. അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്താടാ? CH2O. സിംപ്ലസ്റ്റ് റേഷ്യോ അല്ലേടാ എംപിരിക്കൽ ഫോർമുല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ CH2O.
നോക്കിയാൽ C2H4O2 എന്ന ഇയാൾ ഓപ്ഷനിലുണ്ട്, പക്ഷെ അത് ആൻസർ അല്ല. കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചത് എംപിരിക്കൽ ഫോർമുലയാണ്. എ കോമ്പൗണ്ട് മെയ്ഡ് ഓഫ് 2 elements A and B are found to contain 25% A and 75% B. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കാൽക്കുലേഷൻ ആണ് ഇതിലെ താരമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എ എത്ര പെർസെൻറ്റേജ് ആണടാ? 25% ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് 12.5 ബി എത്ര പെർസെൻറ്റേജ് ആണ്? 75% ആണ്. ആൻഡ് അറ്റോമിക് മാസ് 37.5 ആണ്. കാൽക്കുലേറ്റ് ചെയ്യണം. 25-ൽ 12.5 2 തവണ, 75-ൽ 37.5 2 തവണ. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ സെയിം ആയിരിക്കും, 1:1. സോ ദി എംപിരിക്കൽ ഫോർമുല ഈസ് AB. ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ. Vapor density of a gas A is 4 times that of B. If the molecular mass of B is m, then the molecular mass of A. Simple ആടാ. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2 ആണ്. അഥവാ വേപ്പർ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. മോളാർ മാസ് ഒരാളുടേത് 4 ടൈംസ് ആണ് എന്ന് പറഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റിയും 4 ടൈംസ് ആണ്. മോളാർ മാസ് ഒരാളുടേത് ഹാഫ് ആണെന്ന് പറഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റിയും ഹാഫ് ആണ് എന്നൊക്കെയാണ് കെമിസ്ട്രി. കാരണം വേപ്പർ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണല്ലോ. ഇവിടെ കഥ പറയാണ്, വേപ്പർ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എ ഈസ് 4 ടൈംസ് ദാറ്റ് ഓഫ് ബി. എയുടെ വേപ്പർ ഡെൻസിറ്റി ബിയുടെ വേപ്പർ ഡെൻസിറ്റിയേക്കാൾ 4 ഇരട്ടിയാണ്. അങ്ങനെയല്ലേ പറയണേ? എയുടെ വേപ്പർ ഡെൻസിറ്റി ബിയുടെ വേപ്പർ ഡെൻസിറ്റിൻ്റെ 4 ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ എയുടെ മോളാർ മാസ് ബിയുടെ മോളാർ മാസിൻ്റെ 4 ഇരട്ടിയാണ് എന്നല്ല അതിനർത്ഥം. വേപ്പർ ഡെൻസിറ്റിയുടെ ടേമിൽ പറയുന്ന എല്ലാ കഥകളും മോളാർ മാസിൻ്റെ ടേമിലും പറയാം. ഇഫ് ദി മോളാർ മാസ് ഓഫ് ബി ഇസ് എം, ബിയുടെ മോളാർ മാസ് എം ആണെങ്കിൽ എയുടെ മോളാർ മാസ് 4m ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? സിമ്പിളാണ്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. സിമ്പിളാടാ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ എത്രയുണ്ട്? 12 ഗ്രാം. ടോട്ടൽ അപ്പോൾ എത്രയുള്ളത്? 44 ഗ്രാം. അപ്പോൾ പെർസെൻറ്റേജ് എത്ര? 12/44 × 100. 12/44 × 100. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് 12/44 × 100. അപ്പോൾ ഏകദേശം 100-ൽ ഒരു 26, 27 ആ റേഞ്ചിലൊക്കെ ആയിട്ട് വരും. നിങ്ങൾ ഡയറക്റ്റ് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. കാര്യം അടുത്തടുത്തുള്ള വാല്യൂസാണ്, മാറിപ്പോകരുത്. മൊളാരിറ്റി ഓഫ് പ്യുവർ വാട്ടർ കാണാതെ പഠിച്ചോ? 55.5, 55.55555 അങ്ങനെ പോകും. എന്താണെടാ മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾ ആണല്ലോ മൊളാരിറ്റി. അപ്പോൾ പ്യുവർ വാട്ടർ ആണ് എന്ന് വെറുതെ വിചാരിക്ക്. പ്യുവർ വാട്ടർ ഞാൻ 1 ലിറ്റർ എടുത്താൽ അത് 1 കിലോഗ്രാം ആണ് എന്നല്ലേ അതിനർത്ഥം. കാരണം പ്യുവർ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ ലിറ്റർ ആണ്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ ലിറ്റർ ആണ്. 1 ലിറ്റർ വെള്ളം എടുത്താൽ 1 കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവും. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേടാ? 1000 ഗ്രാം വെള്ളമുണ്ട് എന്നർത്ഥം. അതിലെത്ര നമ്പർ ഓഫ് മോൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അതല്ലേ മൊളാരിറ്റി. എങ്ങനെയാടാ നമ്മൾ നമ്പർ ഓഫ് മോൾ കാണുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഹിയർ ഈസ് 1000. മോളാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18. ആൻഡ് ദി ആൻസർ ഈസ് 55.555555. ഇനി ഈ വഴികളൊന്നും കാണാൻ പഠിക്കണ്ട, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കോ. പ്യുവർ വാട്ടറിൻ്റെ മൊളാരിറ്റിയാണ് 55.555. 1 ലിറ്റർ വെള്ളത്തിൽ എത്ര മോൾ വെള്ളമുണ്ട്? 55.5555. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 55.6. വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് obtained at STP by the complete decomposition of 9.85 gram Na2CO3. ആദ്യം Na2CO3ൻ്റെ മൊത്തം മാസം ഒന്ന് നമുക്ക് കാണണം. ഏത് കാർബണേറ്റ് ചൂടാക്കിയാലും അതിൻ്റെ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ഇത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണോ? അല്ല. അപ്പോൾ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് obtained at STP by the complete decomposition of 9.85 gram of Na2CO3. ഓക്കെ, അതിൻ്റെ ഓക്സൈഡും കിട്ടും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇതിൻ്റെ
ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ Na2O ആണ്, NaO അല്ല Na2O. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണ്. നോക്കിക്കേടാ, അപ്പോൾ ഇയാൾ ഒരു മോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇയാൾ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും എന്നല്ല അതിനർത്ഥം. അപ്പോൾ എത്ര മോളാണ് ഇയാൾ ഉപയോഗിച്ചത് നമുക്ക് ആദ്യം കണ്ടെത്തണം. 9.85 ഗ്രാം ആണ്. 9.85 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് എന്ന് അറിയണമെങ്കിൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് ചെയ്ത് നോക്കിയാൽ പോരെ. കാർബണേറ്റ് മൊത്തം 60 ആണ്, ചെയ്ത് നോക്കിയാൽ മതി. 2 സോഡിയം, അപ്പോൾ 23, 46, 46ഉം 60ഉം 106 എന്ന് വരും. ശരിയല്ലേ? 106, 12, 48, 60, 60ഉം 46ഉം 106. അപ്പോൾ നിങ്ങൾ നോക്കുക മോനെ, 9.85 ഡിവൈഡഡ് ബൈ 106ൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്ത്. എക്സ് ആണെന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ അത്രയും മോളാണ് Na2CO3 ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് അത്രയും മോള് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എനിക്കിവിടെയും കിട്ടുന്നത്, എക്സ് മോൾ. സോ ക്വസ്റ്റ്യൻ എന്താണ്? ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എടാ, വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ കിട്ടുന്ന വാല്യൂവിനെ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരു മോളിൻ്റെ വോളിയം 22.4 ആണ്. 2 മോളാണെങ്കിൽ × 2, 3 മോളാണെങ്കിൽ × 3, എക്സ് മോൾ ആണെങ്കിൽ × എക്സ്. അപ്പോൾ കാൽക്കുലേഷൻ ഒക്കെയാണ്. Na2CO3 46ഉം 60ഉം 106 ആണ് അയാളുടെ മാസ് വരുന്നത്. 9.85 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മോൾ സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചു എന്ന് കിട്ടും. അത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ വോളിയമാണ് ചോദിച്ചത്. സോ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ. ഒന്ന് ചെയ്ത് നോക്കണേ മോനെ. 10.6 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ 0.1 എന്ന് വരും. അപ്പോൾ 0.1ൻ്റെയും ഒരു പൊടി താഴെയാണ് ആൻസർ വരിക. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ കൊണ്ട് അഫക്റ്റ് ചെയ്യാത്തത് ഏത്? മൊളാലിറ്റി. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വോളിയം കണ്ടെയ്നിങ് ആയിട്ടുള്ള ടേംസ് എല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് ആണ്. ഇപ്പോൾ മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് ആണ്, കാരണം അതിൽ വോളിയം എന്നൊരു ടേം ഉണ്ട്. നോർമാലിറ്റി സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് ആയിരിക്കും, കാരണം മൊളാരിറ്റി × n ഫാക്ടർ ആണല്ലോ നോർമാലിറ്റി. ഇപ്പോൾ മൊളാരിറ്റിക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ നോർമാലിറ്റിക്ക് എന്തായാലും ഉണ്ട്. പക്ഷെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ്. ഇതിൽ വോളിയം എന്നൊരു ടേം ഇല്ല, അതുകൊണ്ട് അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വാട്ട് വിൽ ബി ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 5.85 ഗ്രാം ഓഫ് NaCl per 500 ml? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു. W2 × 1000 ഡിവൈഡ് ബൈ M2 × വോളിയം ഓഫ് ദി സൊല്യൂഷൻ. W2 വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് 5.85 × 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് NaCl ഈസ് 55.5 × 500 ആണ് സൊല്യൂഷൻ. ഇത് കട്ടായി പോയാൽ മുകളിൽ 2 എന്ന് വരും, ഇത് കട്ടായി പോയാൽ താഴെ 10 എന്ന് വരും. സോ 0.2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. Number of atoms present in 1 mole of element is equal to Avogadro number. Which of the following element contain the greatest number of atoms? 4 gram helium, 4 divided by 4, given mass by molar mass. Leda, so 1 mole. 0.4 gram calcium, 0.4 divided by 40, that is 10 raised to minus 2 mole. 10 raised to minus 3 mole അല്ലേ വരിക? 10 raised to minus 3 mole. Sorry, 10 raised to minus 2 തന്നെ. 46 gram sodium, 46 divided by 23, so that is 2 mole. 12 gram helium, 12 divided by 4, that is 3 mole. എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഓപ്ഷൻ 4. ഒരു 20 ക്വസ്റ്റ്യൻ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നിന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എൻട്രൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും എല്ലാം പ്രോപ്പറായിട്ട് കൃത്യമായി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജക്റ്റിൻ്റെ കൃത്യമായ ക്ലാസ്സുകളും എക്സാമുകളും എല്ലാം ഞങ്ങളുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്ക് യു.